ഏലിയാവ് എന്ന മനുഷ്യനെ ദൈവം ഒരിക്കൽ വിളിച്ചു. ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയാണ് വിളിച്ചത്. ആഹാബ് രാജാവ് പേരിനും വേണ്ടി സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിനെ ഭരിക്കുന്നൊരു കാലം. ആഹാബ് വരുത്താവുന്നതിൻ്റെ പരമാവധി നാശനഷ്ടങ്ങൾ വരുത്തി. അവൻ പോയി ദൈവകൽപ്പനയ്ക്ക് വിരോധമായി ഒരു കല്യാണം കഴിച്ചു. അത് ബാലിനെയും അശേരയെയും സേവിക്കുന്നതായ ഒരു സ്ത്രീയായിരുന്നു. അവൾ അക്ഷരാർത്ഥത്തിൽ ഭരണം നടത്തി. അവൾ ഭക്തിയായി അഭിനയിച്ചു അവൾ ഭരണം നടത്തി. അവിടെ കയ്യിലെ ഒരു കളിപ്പാവ എന്ന വണ്ണം മാത്രം ആഹാബ് ദേശത്ത് കസറയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആഹാബിനെ ചോദ്യം ചെയ്യാൻ ദൈവം തീരുമാനിച്ചു. 2 രീതികളിലായിരുന്നു ദൈവം ന്യായം വിധിച്ചത്. ഒന്ന്, ആഹാബിൻ്റെ മുമ്പിൽ ദൈവം അല്ലാത്തതാര് എന്ന് തെളിയിക്കുക. അതിന് ദൈവം ഏലിയാവിനെ തിരഞ്ഞെടുത്തു. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നീ ഒരു അന്യദേശത്തൊന്ന് പോകണം. ഞാൻ നിന്നെ ഒരു അന്യദേശത്തേക്ക് വിട്ടുക. ഞാൻ പോസിറ്റീവ് സൈഡിലേക്ക് വരട്ടെ. നിങ്ങളെ നയിച്ചിരിക്കുന്നത് പോലെ ഞാനൊരു അന്യദേശത്തേക്ക് വിടുക. എപ്പോഴും പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കാനാണ് ദൈവപുത്രൻ വെളിപ്പെട്ടത്. പിശാചിനെവിടെയെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചടിക്കുന്ന ഒരു സിസ്റ്റം ദൈവത്തിനുണ്ട്. ഏലിയാവിനോട് പറഞ്ഞു, നീ ഒന്ന് എഴുന്നേറ്റ് കെരീത് തോട്ടിൻ്റെ അരികിൽ പോയിരിക്കണം. ഒരു കുറച്ച് നാളത്തെ ഉപവാസം ആവശ്യമാണ്. കാര്യം നീ നേരിടാൻ പോകുന്നത് ഒരു ഗംഭീര ശക്തിയോടാണ്. ഇതിനകത്തിരിക്കുന്നതിൽ ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇടയ്ക്കിടയ്ക്ക് ഇടപെടാറുണ്ട്, നിങ്ങളൊന്ന് ഉപവസിക്കണമെന്ന്. ഞാൻ ആരോടും കഥ ചോദിച്ചേച്ചല്ല, ചരിത്രം ചോദിച്ചേച്ചല്ല പറയുന്നത്. പക്ഷേ ആത്മാവിൽ സെൻസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. 100% ആളുകളോടല്ല, പക്ഷേ ഒരു നല്ല % ആളുകളോട് പരിശുദ്ധാത്മാവ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെടാറുണ്ട്, നിങ്ങളൊന്ന് ഉപവസിക്കണം. ഏലിയാവിനോട് പറഞ്ഞു, നിൻ്റെ ഉപവാസം 100% ഉപവാസം അല്ല. ഞാൻ ഒരു കാക്കയുടെ ചുണ്ടത്ത് കൊള്ളുന്ന ഇറച്ചിയും അപ്പോൾ നിനക്ക് തന്നേക്കാം എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്ന് ചാകാനല്ല, ഇത് കുറച്ച് ദീർഘനാളത്തേക്ക് പോകും. അത്യാവശ്യത്തിന് ആഹാരം കഴിച്ചുകൊണ്ട്. അതാണ് ഏലിയാവിൻ്റെ ഉപവാസത്തിൻ്റെ പ്രത്യേകത. അത്യാവശ്യത്തിന് ആഹാരം കഴിച്ചുകൊണ്ട് ശരീരം വീർപ്പിക്കുന്നതും ഒത്തിരി പേരെ പിശാച് കൊണ്ടുപോകുന്നത് ബോഡി ബിൽഡിങ്ങിലൂടെ. പോട്ടെ, ഞാൻ ഇങ്ങോട്ട് തിരിയുന്നില്ല. പൈശാചിക ശക്തി വേറൊരു ഏരിയയിലോട്ടൊന്ന് കയറിക്കോട്ടെ, ഒരു 5 മിനിറ്റ്. പൈശാചിക ശക്തികളെ പ്രധാനമായും ഏലിയൻസ് ഗ്രൂപ്പിനെ പ്രധാനമായും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല, വീണുപോയ ദൂതന്മാരെ, ലൂസിഫറിനോടുകൂടെ വീണുപോയ ദൂതന്മാരെ ശാസ്ത്രലോകം വിളിക്കുന്നത് ഏലിയൻസ് എന്ന പേരില്ല. ഇത് വീണുപോയ ദൂതന്മാരാണ്. ബൈബിളിൽ അതിനെ പിശാചെന്ന് വിളിക്കും, നമ്മളതിനെ പിശാചെന്ന് വിളിക്കും. ബൈബിളിൽ അതിനെ വീണുപോയ ദൂതന്മാരെന്ന് വിളിക്കും. ശാസ്ത്രലോകം അതിനെ ഏലിയൻസ് എന്ന് വിളിക്കും. ദാറ്റ്സ് ഓൾ. ഐറ്റം എല്ലാം കൂടെ ഒന്നാണ്. ഈ ഏലിയൻസിനെ 4 പ്രധാന ഗ്രൂപ്പുകളായി തിരിക്കുന്നുണ്ട്. അതിലെ ഒരു വിഭാഗത്തെ നോർഡിക് വിഭാഗമെന്നാണ് വിളിക്കുന്നത്. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളെയും നോർഡിക് രാജ്യങ്ങളെന്ന് വിളിക്കുവാനുള്ള കാരണം ഇതിൻ്റെ ഇൻഫ്ലുവൻസ് രാജ്യങ്ങളിൽ വളരെ അധികമായതുകൊണ്ടാണ്. നോർഡിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബോഡി ബിൽഡിംഗ്. ജിമ്മിൽ പോവുക, ബോഡി ബിൽഡ് ചെയ്യുക, ഫുട്ബോൾ കളിക്കുക, ബോഡി ബിൽഡ് ചെയ്യുക, കഴിക്കുക, ബോഡി ബിൽഡ് ചെയ്യുക, അതിനനുസരിച്ചുള്ള എക്സസൈസ് ചെയ്യുക. ഇവൻ്റെ ജീവിതം മുഴുവനും ബോഡി ബിൽഡിങ്ങിലാണ്. ഒടുവിൽ 6 അടി മണ്ണിൽ കുഴിച്ചിടേണ്ട സൂത്രമായത്. ഇത് ബിൽഡ് ചെയ്യാനാണ് ഇവൻ കൊണ്ട് നടക്കുന്നത്. കാര്യം മനുഷ്യൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് ആത്മീയത്തിൽ നിന്ന് മാറ്റി ജഡീകത്തിൽ കൊണ്ടുവരേണ്ടതിന്, സൗന്ദര്യം വർദ്ധിപ്പിക്കുക. ഇതെല്ലാം നോർഡിക്സ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഏലിയാവേ, നീ നേരിടാൻ പോകുന്നത് ബാലിനെയും അശേരയുമാണ്. ഇവരെ നേരിടണമെന്നുണ്ടെങ്കിൽ നിനക്ക് കുറച്ച് നാളത്തെ ഉപവാസം വേണം ആദ്യമേ. അതുകൊണ്ട് കെരീത് തോട്ടിലോട്ട് വാ, അവിടെ നിനക്ക് തരാം. ഒരു കാക്കയുടെ ചുണ്ടത്ത് ഒതുങ്ങുന്ന ഇറച്ചി, ഒന്നിൽ അതേ കാക്കയുടെ സെക്കൻഡ് ട്രിപ്പിൽ, അല്ലെങ്കിൽ വേറൊരു കാക്കയുടെ കയ്യിൽ ഒതുങ്ങുന്ന ഇറച്ചിയും ഇത്രയും അങ്ങോട്ട് കൊണ്ടുവന്നത്. കാക്ക കൊണ്ടുവന്നാൽ ഒരിക്കലും കിലോഗ്രാം കണക്കിന് കൊണ്ടുവരാനൊക്കത്തില്ല, പൗണ്ട് കണക്കിന് കൊണ്ടുവരാനൊക്കത്തില്ല, പീസ് കണക്കിനെ കൊണ്ടുവരാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ചില്ലറ പീസുകൾ കൊണ്ടുവന്ന് ഇത് മതി, ഈ തോട്ടിലെ വെള്ളവും കുടിച്ചു, നിനക്ക് ആരോഗ്യം കൂടി പോകണ്ട, ചത്തും പോകണ്ട, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിയിൽ ഒരു 2-3 കൊല്ലം എന്ന് പറഞ്ഞാൽ നിന്നെ ഒന്ന് ഉപയോഗിക്കാനുണ്ട്. എ പീരീഡ് ഓഫ് പ്രിപ്പറേഷൻ. ഈ പ്രിപ്പറേഷൻ കഴിഞ്ഞ ഉടനെ പറഞ്ഞ് ഇനി നിന്നെ സാറാഫത്തിലോട്ട് വിടാൻ പോവുക. സാറാഫത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് തൊടാൻ പോവുക. ഒരു പ്രത്യേകത, സാറാഫത്തുകാരത്തെയാണ് നമ്മുടെ ഈസബേൽ. ഈ ബാലിനെയും അശേരയും കൊണ്ടുവന്നിരിക്കുന്ന ഈസബേൽ സാറഫത്തുകാരത്തെയാണ്. സാറഫത്തിലെ ദൈവങ്ങളാണ് ഇത് 2 ഈ ദൈവങ്ങളെയാണ് നീ ന്യായം വിധിക്കാൻ പോകുന്നത്. അതിനെ ന്യായം വിധിക്കുന്നതിന് മുന്നമേ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കയറി അതിൻ്റെ തലയ്ക്ക് ചവിട്ടണം. നിൻ്റെ 2-3 വർഷത്തെ ഉപവാസം കഴിഞ്ഞാൽ നിന്നെ നേരിട്ട് അയക്കാൻ പോകുന്നത് പിന്മാറ്റത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലോട്ടാണ്. പിന്മാറ്റത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് ഭൂലോകം വിളിക്കുന്നത് യൂറോപ്പിനെയാണെന്ന് മറക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ വിശദീകരിക്കുക.
സ്മിത്ത് വിഗിൾസ്വർത്ത് അദ്ദേഹത്തിൻ്റെ ജീവകാലത്ത് പറഞ്ഞിരുന്ന ഒരു പ്രവചനമായിരുന്നു, ഇന്ന് യൂറോപ്പിൻ്റെ മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്നതായ, പ്രത്യേകിച്ചും ബ്രിട്ടനിലും ചുറ്റുവട്ടങ്ങളിലും തല ഉയർത്തി നിൽക്കുന്നതായ ക്രിസ്തീയ ദേവാലയങ്ങൾ കിട്ടുന്ന വിലയ്ക്ക് വിറ്റുകളയുന്ന ഒരു കാലം വരുമെന്ന് മറക്കരുത്. കാര്യം ഇവിടെയുള്ള ആളുകളുടെ ദൈവഹിതത്തിൻ്റെ വിരോധമായ ജീവിതം കൊണ്ടാണ്, കപടഭക്തി കൊണ്ടാണ് ഇത് വിറ്റുകളയാൻ പോകുന്നത്. അങ്ങനെ അന്ത്യകാല സംഭവങ്ങളുടെ ആരംഭത്തെങ്കിൽ നടക്കുന്ന പിന്മാറ്റത്തിൻ്റെ നാന്ദിയായി ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന ദേവാലയങ്ങൾ കിട്ടുന്ന വിലയ്ക്ക് സെയിലിടുന്ന കാലം വരും. സ്മിത്ത് വിഗിൾസ്വർത്ത് വിളിച്ചു പറഞ്ഞതാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞത് യൂറോപ്പിൽ നിന്നല്ല, ലോകത്തിലെ തെക്കേ അറ്റത്തോട്ട് മാറ്റി അദ്ദേഹത്തെ എവിടെയായിരുന്നു, ന്യൂസിലൻഡിൻ്റെ നോർത്തേൺ ഐലൻഡിൽ, 2 ഐലൻഡുകളാണ് ന്യൂസിലൻഡിനുള്ളത്. ന്യൂസിലൻഡിൻ്റെ നോർത്തേൺ ഐലൻഡിൻ്റെ സൗത്തസ്റ്റ് കോർണറിൽ ഒരു കൊച്ചു പള്ളിയുണ്ട്, ഒരു കൊച്ചു പള്ളി. അതിനകത്ത് വെച്ചാണ് അദ്ദേഹം ഈ പ്രവചനം പറഞ്ഞത്. പിന്നൊരിക്കൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ പോകാൻ ദൈവം കൃപ തന്നു. ആ പള്ളിക്ക് അകത്ത് കയറാൻ അനുവാദമില്ല. ന്യൂസിലൻഡ് ഇപ്പോഴും ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഈ പള്ളിക്കാണ് 150-ലധികം വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടിടമാണ്. അതുകൊണ്ട് കെട്ടിടം ആരുടെ നിലയിൽ എപ്പോൾ വീഴുമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് അതിനകത്താർക്കും കയറാൻ അനുവാദമില്ല. എന്നാൽ സ്മിത്ത് വിഗിൾസ്വർത്ത് ഇപ്രകാരം ഒരു പ്രവചനം അവിടെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ആ കെട്ടിടം നശിപ്പിക്കാതെ ഇന്നും നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുറ്റത്ത് പോയി നിൽക്കുവാൻ ഞങ്ങൾക്കും ദൈവം കൃപ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ തന്നെ ഉണർവും വരും. ഉണർവ് ഇന്ത്യയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. ഇവിടെ വരണമെന്നും എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ കഴിവുള്ളവരുടെ എല്ലായിടത്തും യാത്ര ചെയ്യാറുണ്ട്. ചെല്ലുന്നിടത്തെല്ലാം ഉണർവ് വരണമെന്നാണ് എൻ്റെ താല്പര്യം. നിങ്ങളുടെയും താല്പര്യം അതുതന്നെയാണ്. ഇവിടെ എല്ലാം കൂടെ വരട്ടെ. ഒരിക്കൽ പ്രവാചകന്മാരിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല, പക്ഷേ ഈ നാടെല്ലാം കുഴി കുഴിച്ചു. കുഴി കുഴിക്കുമ്പം അവൻ്റെ കുഴിയിൽ വെള്ളം പോകരുത്, എൻ്റെ കുഴിയിൽ മാത്രമേ നിറയാവൂ എന്നാരും പറയരുത്. എല്ലാ കുഴിയിലും നിറഞ്ഞെങ്കിലേ നാട് നിറയത്തുള്ളൂ. എല്ലാ കുഴിയിലും നിറയട്ടെ. അതല്ലയോ ബിജു ചെറിയാൻ പാസ്റ്റർ ഇച്ചിരി മുമ്പേ പറഞ്ഞത്. അങ്ങേ ഏരിയയിൽ ആൾ വന്നാൽ ഞാൻ വിളിച്ചു പറഞ്ഞ എൻ്റെ പേര് എന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അതാ, എല്ലാ കുഴിയിലും വെള്ളം നിറയണം. പക്ഷേ അയൽവക്കക്കാരൻ്റെ കുഴി കുഴിക്കാൻ നമ്മൾ പോകണ്ട, അവനും കുഴി കുഴിക്കണ്ട. നമ്മുടെ കുഴി നമ്മൾ കുഴിക്കാൻ തയ്യാറാകുക. എല്ലാ കുഴിയും വെള്ളം കൊണ്ട് നിറയും. ഞാൻ മടങ്ങി വരട്ടെ. ഏലിയാവേ, അങ്ങയെ കൊണ്ട് എനിക്കൊരു ദൗത്യം ചെയ്യിച്ചെടുക്കാനുണ്ട്. സാറഫത്തിൽ കയറി ഈ ബാലിൻ്റെയും അശേരയുടെയും തലയ്ക്ക് ചവിട്ടിയേച്ച് വേണം ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വന്നിട്ട് വേണം ഇവിടെ ഒരു യാഗപീഠം പണിയുവാൻ. ഇവിടെ ഇസബേൽ ഗംഭീരമായി ഭരിക്കുകയാണ്. ഇസബേലിൻ്റെ ഭരണത്തിങ്കിൽ അവൾ പക്വതയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇരുളിൻ്റെ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ മറക്കരുത്. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കി മാറ്റുവാൻ വേണ്ടി ആഹാബ് തീരുമാനിച്ചിരുന്ന സാഹചര്യത്തിൽ അയാളെക്കൊണ്ട് അതിനുള്ള ഗട്ട്സ് ഇല്ല. അതുകൊണ്ട് പിടിച്ചെടുക്കാൻ ഒക്കാതിരിക്കുമ്പോൾ ഇസബേല പറഞ്ഞ, ഞാൻ ചെയ്തു തരാൻ. കാര്യം ഞാൻ ബാലിൻ്റെയും ആശേരയുടെയും ഡയറക്റ്റ് ആളാണ്. ഞങ്ങൾ ഒരു മുഖത്തിലൊന്നും അല്ല പ്രത്യക്ഷപ്പെടുന്നത്, ബഹുമുഖത്തിൽ ഞങ്ങൾ പ്രത്യക്ഷപ്പെടുന്നവരാ. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരത്തേക്ക് ക്രിസ്തു ഭക്ത, അന്നത്തെ ഭാഷയിൽ യഹോവ ഭക്തിയാകാൻ പോകാം. ഇസബേൽ പെട്ടെന്ന് യഹോവ ഭക്തയായി ആക്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, എനിക്കെതിരെ ദോഷം ചെയ്തവരെല്ലാം യഹോവ ഭക്തന്മാരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് വെറും ഇസബേലാണ് എന്ന് മനസ്സിലാക്കാൻ ആത്മക്കണ്ണുകൾ കുരുടായി പോയവർ അതിനെ അംഗീകരിക്കും. ഇസബേൽ ചെയ്തതറിയാമോ? ഒരു ഉപവാസം വിളിച്ചു കൂട്ടി. യഹോവയെ സേവിക്കാൻ ഒരു ഉപവാസം വിളിച്ചു കൂട്ടി. ആ ഉപവാസത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നാബോത്തിനെ വിളിച്ചിരുത്തി. ഒരു നല്ല കസേരയൊക്കെ കൊടുത്ത് ആ നാബോത്തിനെ ഇരുത്തിയേച്ച് കള്ളസാക്ഷികളെ നിർത്തി. അതാണ് ഇവരുടെ സാധാരണ പതിവ്, കള്ളസാക്ഷികളെ നിർത്തി. ഈ കള്ളസാക്ഷികളെ നിർത്തിക്കൊണ്ട് നാബോത്ത് ദൈവദൂഷണം പറഞ്ഞു എന്ന് നാബോത്തിന് വിരോധമായി സാക്ഷ്യം പറയിപ്പിച്ച്, എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേരിൽ ക്ലെൻസിങ് വർക്കിന് വേണ്ടി, ശുദ്ധീകരണ ക്രിയയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നാബോത്തിനെ കല്ലെറിയിച്ചു കൊന്ന ആത്മഭക്തി നടിക്കുന്നവളാണ് ഇസബേൽ. മറക്കല്ലേ. ഇവളെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏലിയാവെ നീ വളർന്നേ മതിയാകൂ. അതിനാദ്യമേ നീ പോയി ബാലിനെ ചവിട്ട്, നീ പോയി ആശേരയെ ചവിട്ട്, അവരുടെ നാട്ടിൽ ആദ്യം നീ ഒന്ന് ജീവിക്ക്, അവരുടെ അപ്പം തിന്ന്, അവരുടെ വെള്ളം കുടിക്ക്, അവിടുന്ന് വേണം നീ വരാൻ. ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ അവൾ ചെയ്തിരിക്കും. വിധവയുടെ നല്ല കാലമായിരുന്നു ഏലിയാവിനെ അങ്ങോട്ട് അയച്ചത്. ചവിട്ടേണ്ട ശക്തിയെ ഏതായാലും ചവിട്ടും. പക്ഷേ വിധവയ്ക്ക് ആവശ്യത്തിനുള്ള ആഹാരവും കൊടുത്ത് വെള്ളവും കൊടുത്ത് അവളെ പോഷിപ്പിച്ചു. അവളുടെ വീട്ടിൽ ഏലിയാവിനെ ഒന്ന് നിർത്തി. തുടർന്ന് ഏലിയാവിനെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ചെയ്യിച്ചേച്ച് പറഞ്ഞു, നിൻ്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു, തൽക്കാലം പോകാം, നിനക്ക് ഇനിയും നേരെ നിൻ്റെ നാട്ടിലോട്ട് പോകാം, അവിടെ ഒരു യാഗം നടത്താനാണ്. ഇവിടെ വന്ന് ഏലിയാവ് ഒന്ന് വെല്ലുവിളിച്ചു, ബാലാണ് ദൈവമെങ്കിൽ. ആ പദം കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകത്തില്ല, ഞാൻ അല്പം കൂടെ പറയാം. അക്കാലത്തെ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ബാലാണ് തീയും ചൂടും മഴയും എല്ലാം കൊണ്ടുവരുന്നത്.
മഴ കൊണ്ടുവരുന്നത് ബാലാണ്, തീ കൊണ്ടുവരുന്നത് ബാലാണ്, ചൂട് കൊണ്ടുവരുന്നത് ബാലാണ്. ബാലിൻ്റെ വകയാണിത്. ഈ ബാലെന്ന് പറയുന്നത് വേറൊരു വിഭാഗത്തിൽ, ഏലിയൻസിൻ്റെ വിഭാഗത്തിൽ വേറൊരു വിഭാഗത്തിൽ പെടുന്നതാണ്. റെപ്റ്റേലിയൻ ഗ്രൂപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത്. റെപ്റ്റേലിയൻ ഗ്രൂപ്പ്. ഐ എം സോറി, ഞാൻ ആ ഏരിയയിൽ കുറച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയോജനമായി. ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളിന് ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ആത്മയുദ്ധത്തിൽ നിൽക്കാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ 100% പരാജയപ്പെട്ടിരിക്കും. റെപ്റ്റേലിയൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പുള്ളിയാണ് അത്. പാമ്പിൻ്റെ വേഷത്തിലാണ് ഔവായുടെ അടുക്കൽ ചെന്നത്. ആ ഡയറക്റ്റ് വിഭാഗമാണ്. അതിനകത്ത് ആണുമുണ്ട് പെണ്ണുമുണ്ട്. അതാണ് ബാലും അശേരയും 2 ഒന്നിച്ചു വന്നത്. അതിനകത്ത് ആണുമുണ്ട് പെണ്ണുമുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത സെക്ഷൽ ഇമ്പോർട്ടൻസ് ആണ് അവർക്ക് ഏറ്റവും വലുത്. എൻജോയ് ഓൺ സെക്സ്, അതാണ് അവരുടെ തത്വം. നമ്മുടെയൊക്കെ ഇടയിലോട്ട് ഇത് കയറും. ഓരോ പ്രായത്തിലായിരിക്കും അതിൻ്റെ പ്രാധാന്യതയെന്ന് മാത്രം. പക്ഷേ ഇത് ദൈവികമാണോ, ദൈവസ്ഥമായി ദൈവം എനിക്ക് മനുഷ്യ സഹജമായി തന്നിരിക്കുന്ന ഒരാഗ്രഹമാണോ, അതോ അതിനപ്പുറത്തൊരു പൈശാചികമായ പരിവേഷം ഇതിനുണ്ടോ, ഇത് അൺനാച്ചുറലായി മാറുന്നുണ്ടോ എന്ന് ചെറുപ്പക്കാർ ഒന്നുകൂടെ ശോധന ചെയ്തോണം. ഞാനല്ലാതെ ആരാ ഇത് പറയുന്നത്? കാര്യം ഞാൻ 78-ാമത്തെ വയസ്സിലാണ്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്കിത് പറയാൻ കഴിയും. നിങ്ങൾ മിക്കവാറും പേര് എൻ്റെ മക്കളുടെ പ്രായത്തിലാണ്. അമിതമായ അപ്രകാരമുള്ള താല്പര്യങ്ങൾ ഇത് ഈ റെപ്റ്റേലിയൻ ഗ്രൂപ്പിൽപ്പെട്ട ശക്തികളുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് മറക്കരുത്. അങ്ങനെ ഒരാളിനെ പിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ, തൃക്കരങ്ങളിൽ ഉപയോഗപ്രദമായ പാത്രമായി മാറണമെങ്കിൽ ഒരുപാട് ക്രമീകരണങ്ങൾ നമുക്ക് വേണം. ഓൾ റൈറ്റ്. അവസാനം ഏലിയാവിനോട് കർത്താവ് പറഞ്ഞു, ഏലിയാവേ, നിൻ്റെ ശുശ്രൂഷ തീ ഇറക്കുന്നത് കൊണ്ട് തീർന്നില്ല. പക്ഷേ ആദ്യം തീ ഇറക്കി ജനത്തെ ഒന്ന് കാണിക്ക്. ഏലിയാവ് ആ യാഗപീഠത്തിൻ്റെ അടുക്കൽ നിന്ന് മനസ്സുകൊണ്ട് വെല്ലുവിളിക്കുന്ന ഒരു വെല്ലുവിളി സുരേഷ് ബാബു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സുകൊണ്ട് വെല്ലുവിളിക്കുന്നൊരു വെല്ലുവിളിയാണ്. അതിനടുത്ത് നിന്നുകൊണ്ട് ഈ ബലിപീഠത്തിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ഏലിയാവ് പറയുന്നൊരു വാക്കായിരിക്കാം, ബാലേ, നീയാണ് തീ തരുന്ന ദൈവം എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ചൂട് തരുന്നത് നീയാണ്, മഴ തരുന്നത് നീയാണെന്നാണ് വിശ്വസിക്കുന്നത്. ആരംഭത്തിങ്കിൽ അതിൻ്റെ 1-ാം പടി ഞാൻ കവർ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഏലിയാവ് ആദ്യമേ ആഹാബിനോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞുമില്ല മഴയുമില്ല. ബാല മഴ കൊണ്ടുവരുന്നതല്ല നീ പറയുന്നത്. എടാ, ഞാൻ പറഞ്ഞിരിക്കുന്നില്ല, ഞാൻ പറയാതെ ബാലന് ഇതിനകത്ത് കയറാനൊക്കത്തില്ല. ഞാൻ ഇതിൻ്റെ വട്ടത്തിൽ വേലി കെട്ടുക. ഇന്ന് കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞ വാചകങ്ങളിൽ ചിലത്, ഈ ഓഡിറ്റോറിയത്തിൻ്റെ ചുറ്റും ഞാനൊരു വേലി കെട്ടുക. ആ വാക്ക് മതി, പരിശുദ്ധാത്മാവ് വാക്ക് ചെയ്യും. ഞാൻ ഈ നാടിന് വേലി കെട്ടുകയാണ്. ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞ് പെയ്യത്തില്ലടാ, ഞാൻ പറഞ്ഞല്ലാതെ മഴയും പെയ്യത്തില്ല. നിൻ്റെ ബാൽ ഇതുവഴി അടുക്കത്തില്ല. തുടർന്ന് തീ ഇറക്കുന്ന കാര്യത്തിലേക്ക് മാറി അങ്ങേര്. ആദ്യമേ മഴ പെയ്യിക്കുന്ന കാര്യം, തീയും മഴയും രണ്ടും കൊണ്ടുവരുന്ന ബാല എന്നാ വെയ്പ്പ്. മഴയുടെ കാര്യത്തിൽ പ്രൂവ് ചെയ്ത് കൈ കൊടുത്തു. വർഷങ്ങൾ കൊണ്ട് നാടെല്ലാം പട്ടിണിയിലായി. ഇനി ഞാൻ തീയുടെ കാര്യം കൂടെ തെളിയിക്കാൻ പോകാം. തീ കൊണ്ട് ഉത്തരമറില്ലെന്ന് ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. നിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത തീയല്ലേ? എന്നാൽ ഒന്ന് കാണാം. ഞാനിവിടെ നിൽക്കുന്നിടത്ത് തീ കൊണ്ടുവരാമേൽ വാടാ ബാലേ, ഞാനിവിടെ നിൽക്കുക. യാഗപീഠത്തിന്മേൽ യാഗവസ്തുക്കൾ കൊണ്ടുവച്ചു. ഏലിയാവ് അടുത്ത് നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുന്നത്, തൻ്റെ മനസ്സിൽ പറയുന്ന, ഇടം ബാലേ. ഇത് സുരേഷ് ബാബുവിൻ്റെ വാചകങ്ങളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടാതെ എടുത്തു പറയുക. എടാ ബാലേ, ഞാനിവിടെ നിൽക്കുമ്പോൾ നിൻ്റെ തീ കൊണ്ടുവരാമേ, കൊണ്ടുവാ. ഇന്ന് പകൽ എത്ര പേരുണ്ട് പറയാൻ, ഞാനിവിടെ നിൽക്കുമ്പോൾ പിശാചേ നിനക്കെന്തെങ്കിലും ചെയ്യാമെങ്കിലൊന്ന് കാണട്ടടാ. നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിനകത്ത്, ആ കോൺഫിഡൻസിൻ്റെ അകത്ത് വരുന്ന, ഞാനിവിടെ നിൽക്കുമ്പോൾ നിൻ്റെ തീ കൊണ്ടുവരാമേ, കൊണ്ടുവാ. നിൻ്റെ സാന്നിധ്യം എൻ്റെ അടുത്തൂടെ വരത്തില്ല. എന്നാൽ നീ മാറിയ ശേഷം, നിൻ്റെ ടൈം തീർന്ന ശേഷം നിൻ്റെ മുമ്പിൽ ഞാൻ തീ ഇറക്കി കാണിക്കാം. നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വാ. ഇതിൻ്റെ ആശയം ജനത്തെ ദൈവമാരാണെന്ന് തെളിയിക്കുവാൻ. ചില ഇടങ്ങളിൽ തെളിയിക്കേണ്ട പോരാട്ടത്തിൻ്റെ മുമ്പിൽ ഏലിയാവ് നിൽക്കുവാനുള്ള കാരണം ഒരു 3.5 വർഷത്തെ ഉപവാസമാണ്. ആ ഉപവാസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ്ലി ഭക്ഷണം ഇല്ലാത്ത ഉപവാസമല്ല, വെള്ളം വെടിഞ്ഞുള്ള ഉപവാസമല്ല. അത്യാവശ്യത്തിന് ആഹാരവും അത്യാവശ്യത്തിന് വെള്ളവും ബാക്കി സമയം പ്രാർത്ഥിക്കുവാൻ എടുക്കുന്ന ഒരു ഉപവാസം. ഈ ദിവസങ്ങളിൽ ഉപവാസത്തിന് നിർബന്ധിക്കപ്പെടുന്നവർ ദയവായി അത്തരം ഉപവാസങ്ങൾ പ്ലാൻ ചെയ്യട്ടെ. നിങ്ങളുടെ ശരീരത്തിന് കേട് വരികയില്ല, നിങ്ങളുടെ ആത്മാക്കൾക്ക് പുഷ്ടി ലഭിക്കും. ഈ യാഗത്തിങ്കൽ തീ ഇറക്കി. ഇത് കഴിഞ്ഞപ്പോൾ കർത്താവ് ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, ഇവിടം കൊണ്ടും തീർന്നില്ല, ഇസബേലിൻ്റെ കഥ കഴിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ ദാസനായ നാബോത്തിൻ്റെ ശരീരം നായ്ക്കൾക്ക് ഇട്ടുകൊടുത്ത, കല്ലെറിഞ്ഞു കൊന്ന ഇവളെ
കൊട്ടാരത്തിൽ നിന്ന് വലിച്ചിറക്കുകയും ഈ ഇസബേലിൻ്റെ ശവം നാട്ടിൽ കിടക്കുകയും നാട്ടിലെ കൊടിച്ചിപ്പട്ടികൾ, അതെൻ്റെ ഭാഷയാണ്, നാട്ടിലെ കൊടിച്ചിപ്പട്ടികൾ ഇവളുടെ മാംസം തിന്നുകയും ഇവളുടെ രക്തം നക്കുകയും ചെയ്യത്തക്കതുപോലെ അപമാനിതമായ ഒരു മരണം ഇവക്ക് കൊടുക്കുവാനും നിന്നെ തന്നെയാണ് എനിക്ക് ഉപയോഗിക്കാനുള്ളത്. എൻ്റെ മുമ്പിൽ നിന്നെ എനിക്കൊന്ന് ഉപയോഗിക്കണം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഓർത്തു, ക്രിസ്ത്യാനിയെ തകർക്കേണ്ടതിന് അവിടുന്ന് ഓടിച്ച കൂട്ടത്തിൽ പുറത്തു വന്നവരാ ഞങ്ങൾ. പക്ഷേ പിശാചയെ ഒരു തിരിച്ചടിയുണ്ട് ഇതിന്. ഞങ്ങൾ ഈ വന്ന നാട്ടിൽ, പിന്മാറ്റത്തിൻ്റെ നാട്ടിൽ ചിലതെല്ലാം ചെയ്തു തീർത്തേച്ച് നിന്നെ തിരിച്ച് വെല്ലുവിളിക്കുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന് ഇന്ന് രാത്രിയിൽ പറയാൻ കഴിയുന്നവർക്കായി സ്തോത്രം. എൻ്റെ ആശയങ്ങൾ തീർത്തും വ്യക്തമാണ്. ഞാൻ ദൈവസ്ഥാനത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. എലിയാവിനോട് പറഞ്ഞു, നീ ഒരു 2 പേരെ കൂടെ അഭിഷേകം ചെയ്തേക്കണം. എലീശയെ അഭിഷേകം ചെയ്യണം, നീ വേറൊരു 2 പേരെ കൂടെ അഭിഷേകം ചെയ്തേക്കണം. ആ 2 പേരുണ്ടല്ലോ ഈ ഇസബേലിനെ നശിപ്പിക്കേണ്ടതിന് വേണ്ടിയാ. ഒന്നിൻ്റെ വാളിന് തെറ്റുന്നവനെ രണ്ടാമത്തേതിൻ്റെ വാളിൽ കിട്ടും. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അറ്റാക്ക് ഇവൾക്കെതിരെ നടത്തുവാൻ നിങ്ങളെ കൊണ്ട് ഇനി ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു ഗ്രൂപ്പ് അറ്റാക്ക് ഉണ്ടല്ലേ ഒക്കത്തുള്ളൂ. കാര്യം അവനങ്ങ് വേര് പിടിച്ചുപോയി, അവനിവിടെ വളർന്നുപോയി. പൈശാചിക ശക്തികൾ, പൈശാചിക സാമ്രാജ്യം ഉറച്ചുപോയി. എനിക്കറിയാം, എനിക്കും നിങ്ങൾക്കും കുഞ്ഞുങ്ങളെപ്പോലും ചൊവ്വെ വളർത്താൻ ഒക്കാത്തതുപോലെ, ദൈവവചനത്തിൻ്റെ തത്വത്തിനകത്ത് കൊണ്ടുവരാൻ കഴിയാത്തതുപോലെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ വിഭിന്നമായി മാറി, നിയമങ്ങൾ നമുക്ക് വിരോധമായി മാറിയ ഒരു സാഹചര്യത്തിൽ, കൾച്ചർ നമുക്ക് വിരോധമായി മാറിയ ഒരു സാഹചര്യത്തിൽ, നടപടികൾ നമുക്ക് വിരോധമായി മാറിയ ഒരു സാഹചര്യത്തിൽ ഇനി എന്തെങ്കിലും ഒന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ ഏലിയാവേ ഒരു വ്യക്തിയെ കൊണ്ട് ഒക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. ഈ 2 രാജാക്കന്മാരെ ഞാനാക്കുന്നത്, അവർ രാജ്യം ഭരിക്കുന്നുണ്ട് ഒരു വശമാണ്, മറുവശം ഞാൻ അവരെ ആക്കുന്നത് ഈ ഇസബേലിൻ്റെ ശവം നാട്ടിലെ നായ്ക്കൾ തിന്നത്ത കോല. അവളെ കൊന്നുകളഞ്ഞതുകൊണ്ട് എനിക്ക് എൻ്റെ അരിശം തീരുന്നില്ല. എൻ്റെ കോപം ഒടുങ്ങണമെന്നുണ്ടെങ്കിൽ ഇവളുടെ ശവം നാട്ടിലെ പട്ടികൾ തിന്നണം. അത് തിന്നെങ്കിൽ മാത്രമേ ശരിയാകത്തുള്ളൂ. നമ്മുടെ ദൈവം കോപിഷ്ഠനാകട്ടോ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ, കോപിക്കുന്ന ദൈവമാണ്, പക്ഷേ ആശ്വാസപ്രദനുമാണ്. അടുത്തു വരുന്നവർക്ക് അവൻ നല്ലവനാണ്, എതിർത്ത് നിൽക്കുന്നവർക്ക് അവൻ ആശ്വാസപ്രദനല്ല. ഞാൻ എന്തുകൊണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തരുന്ന പ്രേരണയ്ക്കൊത്തവണ്ണം ഒരു പദം കൂടെ പറയാൻ ആഗ്രഹിക്കുക. ചിലതൊക്കെ ചെയ്തു വെച്ചത് തലമുറ മസിൽ കൺട്രോളും മസിൽ കോർഡിനേഷൻ എന്നല്ലേ, അതും കുറഞ്ഞു തുടങ്ങി. ഇത്രയൊക്കെ കർത്താവ് നടത്തുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോർമൽ മൈക്രോഫോൺ എനിക്ക് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. നോർമൽ മൈക്രോഫോണിൻ്റെ ഡയഫ്രം എൻ്റെ ലങ്സ് കൊണ്ട് ചലിപ്പിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പെഷ്യൽ മൈക്രോഫോൺ ഉപയോഗിക്കുന്നത്. നിശ്ചയമായും ഈ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി മറ്റേതിൻ്റെ ഒപ്പം വരത്തില്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദത്തിനകത്ത് അതിൻ്റെ ഡിഫക്റ്റ് ഉണ്ട്. ഇതെല്ലാം എനിക്കറിയാം. ഞാൻ ഒരു സൗണ്ട് എഞ്ചിനീയറും കൂടെ. ഇതെല്ലാം ഞാൻ മുന്നോട്ട് പോയേക്കാം. ഇതെല്ലാം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഇത്രയും കർത്താവ് നിർത്തുന്നതേ കൊണ്ട് സ്തോത്രം. നിങ്ങളിൽ ചിലരെ ദൈവം ഒന്ന് ഉപയോഗിക്കട്ടെ, ഒന്ന് ശക്തീകരിക്കാൻ. ഞാൻ ഇനി അടിസ്ഥാനപരമായി ദൈവം കൊടുക്കുന്ന അഭിഷേകത്തെക്കുറിച്ചും മറ്റും പറഞ്ഞു. അടിസ്ഥാനപരമായി ഈ അഭിഷേകത്തിലേക്ക് നയിക്കുന്ന ഒരു ബൈബിൾ ചരിത്രം നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കാൻ പോവാം. ഒരു ബൈബിൾ ചരിത്രം. ചുരുങ്ങിയ വാചകങ്ങളിൽ മാത്രം ഞാൻ ഓടിപ്പോകും. പക്ഷെ വേദപുസ്തകം പരിചയമുള്ള നിങ്ങൾക്ക് പറയാം. അതിൻ്റെ വോളിയം എന്തൊക്കെയാണ്? ലോവർ ഫ്രീക്വൻസി ഒന്ന് കട്ട് ചെയ്യാമെങ്കിൽ ഹൗളിംഗ് അങ്ങ് മാറും. ലോവർ ഫ്രീക്വൻസി ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് ഒന്ന് മിഡിൽ ഫ്രീക്വൻസി ബൂസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഹൗളിംഗ് അങ്ങ് മാറും. ഹൗളിംഗ് ഉണ്ടെങ്കിൽ, കേൾക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോവാം.
ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ആവർത്തിക്കാം, വായിക്കുന്നില്ല, വാക്യം പറഞ്ഞോളാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊരു പദം കാണാം. ക്രിയേറ്റഡ് മാൻ. ക്രിയേറ്റഡ് എന്നതിന് ബാറ എന്ന എബ്രായ വാക്ക് ഉപയോഗിക്കുന്നു. കർത്താവിൻ്റെ ദാസന പുസ്തകത്തിനകത്ത് വളരെ വിശദമായിട്ട്, പുസ്തകത്തിൻ്റെ ഒരു കോപ്പി പോലും എൻ്റെ കയ്യിലില്ല. അതിൻ്റെ കോപ്പി മിച്ചം ഉണ്ടോയെന്നും എനിക്കറിയാൻ വയ്യ. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഇനി റീപ്രിൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും അറിയത്തില്ല. അതെല്ലാം ഞങ്ങളുടെ ചർച്ചിൻ്റെ മീഡിയ സെക്ഷൻ തീരുമാനിക്കുന്നതാണ്. കർത്താവ് തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ഞാനത് ചെയ്തു, അത്രയും മാത്രം എനിക്കറിയാം. പാസ്റ്ററിൽ ഒത്തിരി പുസ്തകങ്ങൾ മിച്ചമുണ്ടായിരുന്നു. അവിടെ എനിക്കൊന്ന് റോയ് എന്നോട് പറഞ്ഞായിരുന്നു ഒത്തിരി പുസ്തകങ്ങൾ റോയിയുടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ എനിക്കില്ല, ഞാനങ്ങ് മുന്നോട്ട് മാറുക. അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊരു പദം കാണാം. ബാറ, ഇല്ലായ്മയിൽ നിന്നുളവാക്കി. എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നു. കാര്യം ബൈബിളിൽ അങ്ങനെ. പക്ഷേ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയെന്നൊരു പദമുണ്ട്. നിലത്തെ പൊടി കൊണ്ടുണ്ടാക്കിയാൽ അത് സൃഷ്ടിയല്ല, ഒന്ന് മാറ്റി വേറൊന്നാക്കി രൂപീകരിക്കുക. 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ഇല്ലായ്മയിൽ നിന്നുളവാക്കി. 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ സൃഷ്ടിയല്ല, പകരം ഉള്ള മണ്ണിനെ വേറൊന്നായി രൂപീകരിച്ച് മനുഷ്യനെ ആക്കുകയായിരുന്നു. ഇത് രണ്ടിലേതാ സത്യമെന്ന്? ബൈബിളിലായതുകൊണ്ട് രണ്ടും സത്യമാണ്. പക്ഷേ രണ്ട് സത്യം എങ്ങനെ വിപരീതമായി വരുന്നത്? എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യും? ഇവിടെ മുതൽ തുടങ്ങിയെങ്കിലേ അഭിഷേകം എന്നാന്നുള്ളതും ദൈവശക്തി എങ്ങനെയാണെന്നുള്ളതും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ മുതൽ തുടങ്ങുക. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് സ്വർഗത്തിലാണ്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ലൂസിഫറിനെ സൃഷ്ടിച്ച് അവനെ ഭൂമിയിലേക്ക് മാറ്റി. അവനെ സൃഷ്ടിച്ചു. അവൻ 9.3 ബില്യൺ വർഷങ്ങൾ സ്വർഗത്തിൽ താമസിച്ച ശേഷം അവനെ ഭൂമിയിലേക്ക് മാറ്റി. അവനെ ഭൂമിയിലേക്ക് മാറ്റുമ്പോൾ സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരാളിന് താമസിക്കാവുന്ന അന്തരീക്ഷത്തിലായിരുന്നു ഭൂമിയെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണല്ലോ അവനിവിടെ വന്ന് താമസിക്കാൻ ഒത്തത്. ഒന്ന് ഗൗരവമായി ശ്രദ്ധിച്ചോണം. സ്വർഗത്തിൽ ഒരുത്തനെ സൃഷ്ടിച്ചു, അവനെ തിരിച്ച് ഈ ഭൂമിയിലേക്ക് വിടുക. സ്വർഗത്തിലെ അതേ അന്തരീക്ഷം തന്നെ ഭൂമിയിലും ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അവനിവിടെ താമസിക്കാൻ ഒക്കുകയില്ല. അവിടെ ലഭിക്കുന്ന വാതകങ്ങൾ, അവിടെ ലഭിക്കുന്ന ടെമ്പറേച്ചർ, അവിടെ ലഭിക്കുന്നതായ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവന് ജീവിക്കാനൊക്കത്തുള്ളൂ. കേരളത്തിൽ ജനിച്ചു വളർന്ന എനിക്കും നിങ്ങൾക്കും ഇവിടുത്തെ തണുപ്പ് പിടിച്ചു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എന്നാ കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്നത്. കാര്യം അല്ലെങ്കിൽ നമുക്കിവിടെ പറ്റുകയില്ല. ഇവിടുത്തുകാരാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വെക്കും, അത്രേ ഉള്ളൂ. ദൈവം ആദമിനെയും ഹൗവയെയും മനുഷ്യരായി സൃഷ്ടിച്ചതും സ്വർഗത്തിലാണ്, സ്വർഗീയ രൂപമാണ്. അവരെയാണ് ഈ മണ്ണിലേക്ക് അയക്കേണ്ടത്. ഇനി ലൂസിഫറിനെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് ശാസിച്ചു. ഓർഡറിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ദൈവം ആദ്യമേ ലൂസിഫറിനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചു. സ്വർഗത്തിൽ കുറ്റം ചെയ്തതിനാൽ, നിന്നെ അശുദ്ധനെന്ന് എണ്ണിയതിനാൽ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇനി നിന്നെ നിർത്താൻ ഒക്കാത്തതിനാൽ നിന്നെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഭൂമിയിലേക്ക് അയച്ചു. ദൈവരാജ്യം ഇവിടെ പണിയുവാൻ, ഇവിടെ ദൈവിക സംസ്കാരം കൊണ്ടുവരുവാൻ അവനെ ഇങ്ങോട്ട് അയച്ചു. അവൻ അമ്പേ പരാജയപ്പെട്ടു. ദൈവിക സംസ്കാരത്തിൽ നിന്ന് മാറി അവൻ്റെ സ്വന്തം സംസ്കാരം, പൈശാചികമായ ഒരു സംസ്കാരം അവൻ സൃഷ്ടിച്ചു. എന്നതിലേ എനിക്ക് പോകാൻ ഒക്കത്തില്ല. പൈശാചികമായ ഒരു സംസ്കാരം അവൻ ഭൂമിയിൽ സൃഷ്ടിച്ചു. ഒരു ഉദാഹരണത്തിന് മാത്രം, ബൊളീവ എന്ന രാജ്യത്ത് ശാസ്ത്രലോകം പരീക്ഷണം നടത്തുമ്പോൾ ഭൂമിക്കടിയിൽ ഒരു വൻകിട കെട്ടിടം ഇരിക്കുന്നവർ കണ്ടു. ഭൂമിക്കടിയിൽ ആ കെട്ടിടത്തിൻ്റെ ഉയരം 3.5 കിലോമീറ്ററാണ്. മനുഷ്യനെ കൊണ്ട് 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം പണിയാൻ ഒക്കുകയില്ലെന്നറിയോ? മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെ പണിതിട്ടുള്ളതിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ബുർജ് ഖലീഫയാണ്, ദുബായിലുള്ള ബുർജ് ഖലീഫ. ആ സൂത്രത്തിൻ്റെ ഉയരം 1 കിലോമീറ്ററിന് താഴെയുള്ളൂ. 853 മീറ്റേഴ്സാണ് അതിൻ്റെ ഉയരം. 853 മീറ്റേഴ്സാണ് അതിൻ്റെ ആകെ ഉയരം, അതിൻ്റെ മുകളിലത്തെ മെറ്റാലിക് സ്ട്രക്ചർ ഉൾപ്പെടെ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഡേറ്റ ബുക്ക് എടുത്താൽ ഇതിനെ സെപ്പറേറ്റ് ആയിരുന്നത് 53 മീറ്റർ പോലും കാണിച്ചിട്ടില്ല. ഇൻക്ലൂഡിങ് ദ മെറ്റാലിക് സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ട്, പിന്നെ ലൈറ്റനിങ് അറസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടെ 853 മീറ്റർ അതിൻ്റെ മുകളിലോട്ടൊരു കെട്ടിടം ഭൂമിയിലില്ല. അങ്ങനെയാണെങ്കിൽ ഭൂമിക്കടിയിൽ 3.5 കിലോമീറ്റർ ഉയരത്തിലൊരു കെട്ടിടമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് പണിത പുള്ളി ആരടാ?
2, വേദപുസ്തക ചരിത്രപ്രകാരവും നമുക്ക് അവൈലബിളായ ചരിത്രപ്രകാരവും ആദമിനെ ദൈവം സൃഷ്ടിച്ചിട്ട് ഓൺലി 6000 വർഷമേ ആയുള്ളൂ. ഈ കെട്ടിടത്തിൻ്റെ പഴക്കം 3.5 ബില്യൺ വർഷമാണ്. 3.5 മില്യൺ വർഷമാണ് ഈ കെട്ടിടത്തിൻ്റെ പഴക്കം. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 40 കോടി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ആരിത് പണിതു? മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പേ ഇവിടെ ഉള്ളതായത്. ഇത് ലൂസിഫർ പണിതതാണ്. ആ കെട്ടിടത്തിൻ്റെ പണി കണ്ടാൽ അവൻ്റെ സംസ്കാരത്തെക്കുറിച്ച് ഒത്തിരി മനസ്സിലാവും. നമ്മുടെ തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവിൽ ഒരു തടിക്കഷ്ണം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് റോക്ക്വുഡ്, പ്രായം 2 കോടി വർഷം. നമ്മുടെ തിരുവനന്തപുരത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങളുടെ പ്രായം 2 കോടി വർഷം. 2 കോടി വർഷത്തിന് മുമ്പ് ഇവിടെ എന്തൊക്കെയോ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഫോസിലുകൾ പലതും. ഇതിന് മുമ്പേ ഒരു ജനറേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അതായിരുന്നു ലൂസിഫർ. ആ ലൂസിഫറിനെ ഈ ഭൂമിയിൽ നിന്ന് ദൈവം എടുത്തു കളഞ്ഞു, അന്തരീക്ഷത്തിലേക്ക് ഇയാളെ തള്ളി. പക്ഷേ ഇവൻ പറഞ്ഞാൽ കേൾക്കാത്തതാണ്, തിരിച്ചിഞ്ഞു വരുമെന്നറിയാം. ഇവൻ തിരിച്ചു മണ്ണിലോട്ട് വരാതിരിക്കാൻ ദൈവം ഈ ഭൂമിയുടെ കോസ്മോസ്, ഇതിൻ്റെ അന്തരീക്ഷം മാറ്റി. കൊതുകുള്ള ഒരു മുറിയിൽ അന്തി ഉറങ്ങാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ മോസ്കിറ്റോ റിപ്പല്ലർ ഉണ്ടാക്കി വെച്ച് കൊതുകിനെ മാറ്റിയേച്ച് എനിക്ക് താമസിക്കാവുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പോലെ ലൂസിഫറിനെ ഇവിടുന്ന് തള്ളുവാൻ വേണ്ടി സ്വർഗീയ സൃഷ്ടിയായ ലൂസിഫറിന് താമസിക്കാൻ കൊള്ളാത്ത ഒരു അന്തരീക്ഷം ദൈവം ഇവിടെ ഉണ്ടാക്കി. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ വായിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും എന്നൊരു പദം കാണാം. ഇന്നുള്ളതിൻ്റെ കാര്യമല്ലത്, അന്നുണ്ടായിരുന്ന. The heavens and earth of the ages, of the old age, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അന്നുണ്ടായിരുന്ന ആകാശം എന്ന വാക്ക് സ്കൈ എന്ന പദമല്ല ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോസ്മോസ് എന്ന വാക്കാണ്. കോസ്മോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ്. അന്നുണ്ടായിരുന്ന അഡ്ജസ്റ്റ്മെൻ്റ് അങ്ങ് മാറ്റി. ഇവിടുത്തെ ഓക്സിജൻ പെർസെൻറ്റേജ് ഇതല്ലായിരുന്നു, ഇവിടുത്തെ ടെമ്പറേച്ചർ ഇതല്ലായിരുന്നു, ഇവിടുത്തെ പ്രഷർ ഇതല്ലായിരുന്നു. ലൂസിഫറിന് യോഗ്യമായ ഒന്നായിരുന്നു ഇവിടെ. അതങ്ങ് മാറ്റി. അത് മാറ്റിയ ശേഷം ഇന്ന് കാണുന്ന അന്തരീക്ഷമായി. എന്തുകൊണ്ട് ഇന്നത്തെ അന്തരീക്ഷം വന്നു? ദൈവം അന്നേ തീരുമാനിച്ചതാണ്. ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവത്തിനറിയാം ലൂസിഫറിനെ തൽക്കാലം ഏൽപ്പിച്ചാൽ ഇവൻ സ്ഥിരം അവിടെ വാഴത്തിൽ ഇവൻ പാപം ചെയ്യും, അന്നിവനെ തട്ടും. അന്നിവനെ തട്ടിയ ശേഷം ഈ ഭൂമിയുടെ ചുമതലയിൽ ആരെയാക്കാം? അതിന് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലുമുള്ള ആദംഹവമാരെ ആക്കുമെന്ന് കരുതി അവർക്ക് താമസിക്കാൻ ആവശ്യമുള്ളതായ ഒരു അറ്റ്മോസ്ഫിയറാണ് ദൈവം മാറ്റിയത്. ലൂസിഫറിൻ്റെ അറ്റ്മോസ്ഫിയർ മാറ്റി. ആദമിനും ഹൗവയ്ക്കും പാർക്കുവാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടാക്കി. അതിനകത്ത് ഓക്സിജൻ ഉണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന പല രശ്മികളും ഇവർക്ക് ഹാനികരമാണ്. ലൂസിഫറിന് കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ആ രശ്മികളെ തടസ്സപ്പെടുത്താൻ ആവശ്യമുള്ള ഫിൽറ്ററിംഗ് സിസ്റ്റം തമ്പുരാൻ ഉണ്ടാക്കി. കോസ്മോസ് ഓഫ് ദ ന്യൂ, ഒരു പുത്തൻ കോസ്മോസ് ഉണ്ടാക്കി. ഈ പുത്തൻ കോസ്മോസിലേക്കാണ് ആദമിനെ ഹവ്വയും അയക്കേണ്ടത്. പക്ഷെ ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നതും സ്വർഗീയ കോസ്മോസിലാണ്. എങ്ങനെ ഇങ്ങോട്ട് അയക്കും? ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ കോസ്മോസിൽ നിന്ന് ഒരല്പം മണ്ണെടുക്കുക, ഈ കോസ്മോസിൽ നിന്ന് ഒരു ഔട്ടർ ബോഡി ഉണ്ടാക്കുക. ഈ സ്വർഗീയമായ കോസ്മോസിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ ആത്മാവിനെ ഈ ഭൗതികമായ ശരീരത്തിലേക്ക് ഊതിക്കയറ്റുക. ഇത് ഊതിക്കയറുന്നതോടുകൂടെ ഈ ഔട്ടർ കവറിനകത്ത് ആ ഇന്നർ ആത്മാവിന് ജീവിക്കാൻ സാധിക്കും. കർത്താവിൻ്റെ ദാസന്മാരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ആത്മാവില്ലെങ്കിൽ നമ്മുടെ ശരീരം ഇവിടെ ഇല്ലീഗലെന്നറിയാവൂ. ശരീരമില്ലെങ്കിൽ ആത്മാവും ഇല്ലീഗല. നിങ്ങൾക്കെല്ലാം ഓരോ ശരീരം തന്നിരിക്കുന്നത് ലീഗൽ ബോഡി ഫോർ ദ സോൾ. ഈ ശരീരം ഇവിടെ വെച്ചിരിക്കുന്നത് എംഡി ഇട്ടേക്കാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് തന്നത്. നിങ്ങളിവിടെ ഇല്ലെങ്കിൽ ആത്മാവിന് ഇവിടെ വരാനൊക്കത്തില്ലെന്നറിയാമോ? ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷം ഉണ്ടായി. ആത്മാവിൻ്റെ അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണമെങ്കിൽ നിങ്ങളിവിടെ വന്നേലേ പറ്റത്തുള്ളൂ. ഇല്ലാത്തയിടത്ത് ഒരു അന്തരീക്ഷം ഉണ്ടാകത്തില്ല. ഈ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചത് നിങ്ങളുടെ ശരീരം കൊണ്ടാണ്. നിങ്ങളുടെ ഈ ഭൗതിക ശരീരത്തിൻ്റെ അകത്തോട്ട്, മണ്ണുകൊണ്ട് നിർമ്മിച്ച ശരീരത്തിൻ്റെ അകത്തോട്ട് സ്വർഗത്തിൽ നിർമ്മിച്ച ആത്മാവിനെ ഊതിക്കയറ്റി. നിസ്വ എന്ന വാക്കാണ് എബ്രായയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിസ്വ എന്ന വാക്കിൻ്റെ അർത്ഥം എ റൂഹ വിത്ത് ദ ക്യാരക്ടർ ഓഫ് ഗാഡ്. അതാ മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുത്ത ആ മനുഷ്യൻ.
എ റൂഹ, എ സ്പിരിറ്റ് വിത്ത് ദ നേച്ചർ ഓഫ് ഗാഡ്, ദൈവിക സ്വഭാവത്തിലുള്ള ഒന്ന്. അതാ എൻ്റെ നിങ്ങളുടെയും അകത്തെ മനുഷ്യൻ. കാര്യം അവനെ ഇങ്ങോട്ട് ഊതിക്കയറ്റി. എൻ്റെ പുറമേ ഉള്ളവനെ മണ്ണുകൊണ്ടുണ്ടാക്കി, എൻ്റെ അകമേ ഉള്ളവനെ ആത്മാവ്, അത് സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ ഊതിക്കയറ്റി. ഇങ്ങനെ ഞാൻ ജീവനുള്ള ദേഹി ആയിത്തീർന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ചതോടുകൂടെ ഇറ്റ് ബിക്കം ലീഗൽ ഫോർ ദ സ്പിരിറ്റ് ടു മൂവ് ആൻഡ് ഇറ്റ് ബിക്കം ലീഗൽ ഫോർ യു ടു ലീവ്. ആത്മാവ് ഈ ശരീരം വിട്ടാൽ ഇതിനിവിടെ ജീവിക്കാൻ ഒക്കത്തില്ല, ഇതിനെ കുഴിച്ചിട്ടേ പറ്റൂ. ബിക്കോസ് ഇറ്റ് ബിക്കം ഇല്ലീഗൽ. നിങ്ങളിവിടെ ഇല്ലെങ്കിൽ ആത്മാവിനോട് വരാനൊക്കത്തില്ല. ബിക്കോസ് ദാറ്റ് ബിക്കം ഇല്ലീഗൽ. ലീഗലായി ദൈവാത്മാവിനെ ഈ പട്ടണത്തിലൂടെ നടക്കേണ്ടതിനാണ് നിങ്ങളെ ഈ പട്ടണത്തിലേക്ക് തമ്പുരാൻ അയച്ചത്. വിൻ എ ലീഗൽ ബോഡി വിത്ത് എ ലീഗൽ സ്പിരിറ്റ്. പക്ഷെ എത്ര പേര് അവരുടെ ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യുന്നുണ്ട്? നിങ്ങൾ നടക്കുമ്പോഴേ ചെകുത്താനെ ഞാൻ വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞും കൊണ്ട് നടക്കുവാൻ ചിലർക്കൂടെ കഴിയുമെങ്കിൽ പട്ടണങ്ങളുടെ മേലുള്ള സ്വാധീനത പൈശാചികത്തിൻ്റെ കയ്യിൽ നിന്ന് മാറും. അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് വരാനിടയാകും. ആദാമിൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി മാറി. നിങ്ങൾക്കറിയാമോ, പിശാച് ഒരിക്കലും പാപം ചെയ്യാറില്ല, ചെയ്യിക്കാറേ ഉള്ളൂ, പാപം ചെയ്യാറില്ല. കാര്യം പാപം ചെയ്യണമെങ്കിൽ അതിനൊരു ഫിസിക്കൽ ശരീരം വേണം. ഞാൻ എളുപ്പം പോയേ പറ്റൂ, എന്നാലും ഇവിടെ കൊണ്ട് തീർക്കാനാണ്. പിശാച് എവിടെയെങ്കിലും കള്ളു കുടിച്ച് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? നോ, അവൻ കുടിക്കത്തില്ല. കാര്യം അവന് ശരീരമില്ല. അവൻ അഥവാ കള്ളുകൂടി തുടങ്ങിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ കുടിയന്മാർക്കൊരു തൊള്ളി മീച്ചം കിട്ടുകയില്ലായിരുന്നു. മൊത്തം അവൻ ഊറ്റി കുടിച്ചാലേ. അവൻ കള്ളു കുടിക്കത്തില്ല. അവന് കള്ളു കുടിക്കണമെന്ന് തോന്നുമ്പോൾ എന്നോട് വന്നൊരു എം എ വർഗീസ്, സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ പെന്തിക്കോസിലും കുഴപ്പമില്ലാത്തൊരു കാലം വരിക. നിൻ്റെ ശരീരം ഒന്ന് വാടകയ്ക്ക് നടാ, ഇച്ചിരി കുടിക്കാനാ. പിന്നെ നീ പോയി സോറി ഗോഡ് എന്നങ്ങ് പറഞ്ഞേക്ക്, തീർന്നല്ലോ. പെന്തിക്കോസുകാരോട്, അല്ലാത്തവരോടൊന്നും പറയത്തില്ല. നീ കൂത്താടി നടക്കാൻ പറയും മറ്റവനോട്. നീ പോയി ഒരു ഇച്ചിരി എനിക്കൊരു ഇച്ചിരി കുടിക്കണം, അതിനു വേണ്ടി നിൻ്റെ വായൊന്ന് കടം തരാമോ? പിശാചാരെയും ചീത്ത വിളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നെവർ. അവൻ ചീത്ത വിളിച്ചായിരുന്നെങ്കിൽ നമുക്ക് കേട്ടിരിക്കാൻ നോക്കില്ല. എനിക്ക് സകല ചീത്തയും അറിയാം. പെന്തിക്കോസുകാരനായിട്ട് എന്നെ വിളിക്കാത്ത ചീത്തയില്ല. എല്ലാ ഭാഷയിലുമുള്ള ചീത്ത എനിക്കറിയാം. ഞാൻ പെന്തിക്കോസുകാരനാണ്. നിങ്ങൾ ചിലർക്ക് അറിയാൻ വയ്യെങ്കിൽ നിങ്ങൾ പെന്തിക്കോസുകാരല്ല, അതുകൊണ്ടാണ്. ഓക്കെ. പിശാച് ഒരിക്കലും ചീത്ത പറയാറില്ല. അതിന് ചീത്ത പറയേണ്ടപ്പോൾ എന്നോട് പറയും, മോനെ നിൻ്റെ വായൊന്ന് തരാമോടാ. ചീത്ത പറയാനാ. രണ്ടുപേരെ ചീത്ത പറഞ്ഞ പിന്നെ സ്വോത്രം പറഞ്ഞേക്കടാ, തീരുമടാ. ഏറ്റു പറയുമ്പോൾ കഴിഞ്ഞിടാ, തൽക്കാലത്തേക്ക് ഇങ്ങോട്ടൊന്ന് വിട്ടുതാ. മനുഷ്യ ശരീരം കിട്ടിയില്ലെങ്കിൽ പന്നി അന്നേലും അവൻ വിടുകയില്ല. അതുകൊണ്ട് പണ്ട് യേശുവിനോട് പറഞ്ഞത്, ഈ മനുഷ്യൻ്റെ അടുക്കുന്ന ലഗിയോൻ ബാധിച്ചവൻ്റെ അടുക്കുന്നേ എന്നെ പറഞ്ഞു വിടുക എന്നെങ്കിൽ പന്നിയുടെ അടുക്കലോട്ടെങ്കിലും ഒന്ന് വിടണം. കാര്യം എനിക്കൊരു ശരീരമില്ലാതെ ഒക്കത്തില്ല. ഇവനൊരു ശരീരത്തിന് വേണ്ടി അലഞ്ഞ് നടക്കുന്നവനാണ്. നിങ്ങളുടെ ശരീരം വിട്ടുകൊടുക്കരുതേ. ഞാൻ അടുത്ത പടിയിലോട്ട് കയറാൻ പോവുക. പിശാച് എവിടെയെങ്കിലും പാസ്റ്ററെ ചീത്ത വിളിച്ച് കേട്ടിട്ടുണ്ടോ? തല്ലി കേട്ടിട്ടുണ്ടോ? പിശാചിന് ഇവിടുത്തെ പാസ്റ്ററെ തല്ലണമെന്ന് തോന്നിയാൽ വരാതിരിക്കട്ടെ. തല്ലണമെന്ന് തോന്നിയാൽ ഇതിനകത്തിരിക്കുന്ന ചർച്ച് മെമ്പേഴ്സിൽ ഒരാളിനെ വിളിച്ചു വരെ നിൻ്റെ കൈ ഒന്ന് താടാ, കെട്ടിട്ടുണ്ട് കൊടുക്കാനാ. പിന്നെ നീ പോയി കാലെ പിടിച്ച് പറ സോറി പാസ്റ്ററെ എന്ന് പറഞ്ഞേക്കെ. കുഴപ്പമില്ലടാ, രണ്ട് തല്ലടാ, രണ്ട് ചീത്ത വിളിയടാ. നിങ്ങളുടെ ശരീരം ഉപയോഗിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ഒരുവനെ സൗഖ്യമാക്കണമെങ്കിൽ ഇന്ന് പകൽ നടക്കുക. പരിശുദ്ധാത്മാവിന് ഒരുവനെ വിടുവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയും, നിൻ്റെ നാക്ക് എനിക്ക് വേണമെടാ, നിൻ്റെ കൈ എനിക്ക് വേണം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫക്യുലിറ്റി അതിനകത്തൊരു ദൈവശക്തി വ്യാപരിക്കുമെങ്കിൽ നിങ്ങൾ ചിലതിനെ തൊട്ടാൽ സൗഖ്യമാണ്. നിങ്ങൾ ചിലതിനെ വിരൽ ചൂണ്ടിയാൽ സൗഖ്യമാണ്. നിങ്ങളുടെ നോട്ടത്തിലൂടെ ഒരു ശക്തിയും ഒരു അഭിഷേകവും പകരും. തൻ്റെ പിന്മാറ്റത്തിലായിപ്പോയ പത്രോസിനെ കർത്താവ് സ്വസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ഒരൊറ്റ നോട്ടമാണ്. പത്രോസിൻ്റെ കൺമുനയും യേശുവിൻ്റെ കൺമുനയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ആ നോട്ടത്തിലൂടെ വ്യാപരിച്ച ഒരു ദൈവശക്തി. ഞാനിത് പറയുന്നത് വെറും തിയറി അല്ല. ഇന്നിതിനകത്തിരിക്കുന്നതിൽ ദൈവമക്കൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു. പല ഭൂതശക്തികളും ഇളകുന്നത് നോട്ടത്തിലാണ്. പല ഭൂതശക്തികളും ഇളകുന്നത് നോട്ടത്തിലാണ്. തികഞ്ഞ ആത്മീയനായ ഒരു വ്യക്തി നോക്കിയാൽ, തികഞ്ഞ ആത്മീയനായ ഒരു വ്യക്തിയുടെ അടുത്തൂടെ പോയാൽ അതിനകത്തൊരു ശക്തിയുണ്ട്. പ്രോക്സിമിറ്റി ഹീലിംഗ് എന്ന് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാ പ്രോക്സിമിറ്റി ഹീലിംഗ്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാ. ഒരാത്മപൂർണമായ അന്തരീക്ഷത്തിൽ ആത്മീയനായ ഒരാൾ ദൈവത്തിൻ്റെ ബലം പ്രാപിച്ചുകൊണ്ട് അടുത്തൂടെ നടന്നാൽ രോഗി സൗഖ്യമാകും.
പണ്ട് അപ്പോസ്തോലിക യുഗത്തിൽ നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമാക്കി എന്ന് പറയാറുണ്ട്. എനിക്ക് 100 എക്സാമ്പിൾസ് ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് വെക്കാനുണ്ട്. നേരമില്ലാത്തതുകൊണ്ട് ഞാനിത് മുമ്പ് എക്സാമ്പിൾസ് പറയാതെ പോകുക. അപ്പോസ്തോലിക യുഗത്തിൽ നിഴൽ വീണ രോഗികൾ സൗഖ്യമായി. ഒരിക്കലും ഒരു കൺവെൻഷൻ കഴിഞ്ഞ ശേഷം എന്നോട് 2-3 പിള്ളേരെ ചേർന്ന് ഒരു ചോദ്യം ചോദിച്ചു. 3 കുഞ്ഞുങ്ങൾ, എല്ലാത്തിനും 15 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്ക് പ്രായമാണ്. ഒരു മോളും 2 ആൺപിള്ളേരും. 2 എണ്ണത്തിൻ്റെ പേര് ടൈറ്റസ് എന്നാണ്. അതിൽ ഒരു ടൈറ്റസിനെ ദൈവം അങ്ങ് വളർത്തി. ഹിസ് എക്സലൻസി മിസ്റ്റർ എബി ടൈറ്റസ് എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. കാര്യം ഒരു ആഫ്രിക്കയുടെ അംബാസഡറാണ്. അതിനകത്ത് ഒരു മോനായിരുന്നു എബി. ഇപ്പോഴും ഇടയ്ക്കൊക്കെ ബാംഗ്ലൂർ വരാറുണ്ട്, വരുമ്പം കാണാറുണ്ട്. ഹിസ് എക്സലൻസി ബ്രദർ എബി ടൈറ്റസ്. ഞാൻ ബ്രദർ ആക്കിയതാണ്, അതർവൈസ് മിസ്റ്റർ എബി ടൈറ്റസ്. ദൈവം അവനെ വളർത്തി. ഒരു ദിവസം ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഒരു രാത്രിയിൽ ഈ പിള്ളേരെല്ലാം ജനിച്ചതും വളർന്നതും ഇന്ത്യക്ക് വെളിയിലായതുകൊണ്ട് അവരുടെ മലയാളം പോരായിരുന്നു. അക്കാലത്ത് ഞാൻ ഇന്നത്തെ സ്പീഡിൽ മലയാളം പറയുന്ന കാലമാണ്. അപ്പം മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവനെന്നോട് ചോദിച്ചു, പാസ്റ്ററുടെ പ്രസംഗത്തിൻ്റെ സമ്മറി എന്തോ ആയിരുന്നു, ഒരു വെടിയും കിട്ടിയില്ല, നല്ല ആത്മീയ അന്തരീക്ഷമായിരുന്നു, പക്ഷെങ്കിൽ ഒന്നും മനസ്സിലായില്ല, ഫാസ്റ്റായിരുന്നു. പറഞ്ഞു ഓക്കെ, നിങ്ങളോടല്ലായിരുന്നു, തീർന്നല്ലോ, നീയൊക്കെ നന്നായി ജീവിക്കണം എന്നാ പ്രസംഗിച്ചാൽ, വേറെ ഒന്നുമില്ല, അതുകൊണ്ട് നന്നായി ജീവിച്ചേക്ക്, സമ്മറി പറഞ്ഞു ഞാൻ. അത് കഴിഞ്ഞപ്പോൾ ഈ ഹിസ് എക്സലൻസ് എബിയായി മാറിയ എബി എന്നോടൊരു ചോദ്യം ചോദിച്ചു. അങ്കിളെ, പണ്ട് നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമായിരുന്നു, ഇന്ന് നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമായി കാണുന്നില്ല. വൈ? എനിക്ക് തടി തപ്പാൻ ഒരു മാർഗ്ഗവും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ന് എവിടെയാ നിഴൽ? നമുക്കെല്ലാം ട്യൂബ് ലൈറ്റ് വിട്ട് മനോഹരമായ ആരാധന ആലയങ്ങളിൽ ഇരിക്കുന്ന നമ്മളിരിക്കുന്നിടത്ത് എവിടെയാ നിഴൽ? പണ്ട് മരച്ചോട്ടിലൊക്കെ ഇരുന്നപ്പോഴായിരുന്നു നിഴൽ. അപ്പോൾ പിന്നെ എങ്ങനെ ആങ്കിളെ ഇപ്പോഴ്? ഞാൻ പറഞ്ഞു, ഇവിടെ കോൾ ഇറ്റ് പ്രോക്സിമിറ്റി ഹീലിംഗ്. ചുമ്മാ അവനെ ഒന്നും ഈ പിള്ളേരെ മിണ്ടാതാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കോൾ ഇറ്റ് പ്രോക്സിമിറ്റി ഹീലിംഗ്. നിങ്ങളുടെ അടുത്തൂടെ പോയാൽ രോഗികൾ സൗഖ്യമാകണം. പിള്ളേരത് അതുപോലെ അങ്ങ് വിശ്വസിച്ചു. നാടൻ പിള്ളേരല്ല, ഇതെല്ലാം വെളിയിൽ നിന്ന് വന്ന പിള്ളേരാണ്, വെളിയിൽ ജനിച്ച് വളർന്നവർ പിള്ളേരാ. ഒരു കൺവെൻഷൻ അവരെ ഇപ്പം മാതാപിതാക്കളുടെ നിർബന്ധത്തിൽ കൊണ്ടാക്കിയത്. പക്ഷേ പിള്ളേർ തനി ആത്മീയരാ. അല്ലേ ആരാ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുക? പിറ്റേ ദിവസം രാവിലെ സഭായോഗത്തിന് പോകാൻ വേണ്ടി വരുന്നത് ഈ പിള്ളേരുടെ കൂടെ ഞാനും തിരിച്ച് അതേ കാറിൽ വരിക. ഇങ്ങോട്ട് വരുമ്പോൾ എബി ടൈറ്റസ് എന്നോട് പറഞ്ഞു, അങ്കിളെ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ 3 പേരും ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. നോട്ട് 1 second we slept. Then we were praying for proximity healing. എൻ്റെ ആകവാൾ വെട്ടി 3 രാത്രിയിൽ 1 സെക്കൻഡ് ഉറങ്ങാതെ പ്രോക്സിമിറ്റി ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ എന്നെ വെച്ച് കാണിക്കാനാ? ഞാൻ തൽക്കാലം തടി തപ്പാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. പക്ഷെ പിറ്റേ ദിവസം സഭായോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെ വെച്ചായിരുന്നത്? പത്തനാപുരത്ത് ഏത് ഓഡിറ്റോറിയത്തിലായിരുന്നു ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഓഡിറ്റോറിയത്തിൻ്റെ പേര് വിട്ടുപോയി. പത്തനാപുരത്ത് വെച്ചായിരുന്നു. ഒരു ലാർജ് സൈസുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൻ്റെ എനിവേ സോറി, ഞാൻ പേര് വിട്ടുപോയി. ആ ഓഡിറ്റോറിയത്തിനകത്ത് മെസ്സേജ് ഒരു പകുതിയായപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, സ്റ്റോപ്പ് ദ മെസ്സേജ്, സ്റ്റാർട്ട് പ്രോക്സിമിറ്റി ഹീലിംഗ്. ഞാൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് അനൗൺസ് ചെയ്തു, കഴിഞ്ഞ രാത്രിയിൽ പോത്ത് പോലെ കിടന്ന് ഉറങ്ങി എന്നെ കൊണ്ട് നടക്കുകയില്ല. 3 പിള്ളേരെ കഴിഞ്ഞ രാത്രിയിൽ 1 സെക്കൻഡ് ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിച്ചവരിവിടെ ഉണ്ട്. അതിനകത്തെ മോള് അമേരിക്കൻ ബ്രോട്ടപ്പ. അവിടെ വസ്ത്രധാരണ രീതിയിൽ അവളെ കേരളത്തിൽ വെളിയിൽ കാണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നീ അവിടെ ഇരുന്നു, അനങ്ങണ്ട, ഇരിക്കുന്നിടത്തിരുന്നു, പുതച്ചിരുന്നു. മറ്റേ ആമ്പിള്ളേരിഞ്ഞ് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ഈ ആമ്പിള്ളേർ എൻ്റെ മുന്നിലോട്ട് നിർത്തി. ഞാൻ പറഞ്ഞു, നടുക്കെല്ലാവരും ഇരിക്കുന്നതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി നീളം മംഗല്യ ഓഡിറ്റോറിയം ഒരു നീണ്ട ഗ്യാപ്പ് ഉണ്ടാക്ക്. ഞാൻ പറഞ്ഞു, എബിമാർ 2 എബിമാരാണ്. നിങ്ങൾ എബിമാർ 2 പേരും നിങ്ങളുടെ കൈ ഉയർത്തിക്കൊണ്ട് ഇതിൻ്റെ നടുക്കൂടി ഇനി അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നടക്കുക. രോഗശാന്തി പ്രതീക്ഷിക്കുന്നവർ ഓഡിറ്റോറിയത്തിനകത്ത് രോഗശാന്തി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പിള്ളേർ നടന്നു പോകുമ്പോൾ ഇരുവശത്തേക്കും അങ്ങും ഇങ്ങും ആളുകൾ തെറിക്കുന്നത് കണ്ടു. അങ്ങേ അറ്റം വരെ ചെന്ന ശേഷം തിരിച്ചു വരാൻ പറഞ്ഞ പിള്ളേർ തിരിച്ചു വന്നു. ഇതുപോലെ തന്നെ തിരിച്ചു വന്നു. ഇങ്ങോട്ട് വരുമ്പോഴും തെറിക്കുന്നേ കണ്ടു. ആ തെറിച്ചവരോട് ഞാൻ പറഞ്ഞു, ഒന്ന് എഴുന്നേറ്റേച്ച് നിങ്ങളുടെ രോഗം സൗഖ്യമായെന്ന് നോക്കാൻ പറഞ്ഞു. കുരുടൻ്റെ കണ്ണ് തുറന്നതുണ്ട്, ചെകിടൻ്റെ ചെവി തുറന്നതുണ്ട്, ശരീരത്തെ മുഴ അപ്രത്യക്ഷമായതുണ്ട്, വേദനകൾ വിട്ടുമാറിയത് പലരുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോൾ
ഈ നടുക്കുണ്ടാക്കിയ ഗ്യാപ്പിൽ നിന്ന് ഒരു 5 അടി ഒരു സൈഡിലേക്കും 5 അടി മറ്റേ സൈഡിലേക്കും മാത്രമേ രോഗസൗഖ്യം നടന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ വട്ടത്തിൽ നിന്ന് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ തിക്കസ്റ്റ് ഏരിയ ഉണ്ടല്ലോ, ആ കോർണൽ ഏരിയ, ആ ഏരിയയ്ക്ക് 10 ഫീറ്റ് ഗ്യാപ്പ് ഡയമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഉണ്ടാക്കിയ ഗ്യാപ്പിൻ്റെ അതുപോലെ ഒരു ഗ്യാപ്പ് 10 ഫീറ്റ് അപ്പുറത്തോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആളുകളൊന്ന് മാറിക്കൊടുത്തു. 10 ഫീറ്റ് അപ്പുറത്ത് പിള്ളേർ നടന്നു. അന്ന് സഭായോഗം തീരുന്നത് വരെ നടക്കുകയായിരുന്നു. ഞാനിതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. ഒരു 50ഓളം രോഗികൾ സൗഖ്യമായി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി പ്രോക്സിമിറ്റി ഹീലിംഗ് കാണുന്നത് അമ്മ. നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം ഈ മൺകൂടാരത്തിൻ്റെ അകത്തൂടെ റേഡിയേറ്റ് ചെയ്യണം. ഈ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഈ മൺകൂടാരത്തിൻ്റെ അകത്തൂടെ റേഡിയേറ്റ് ചെയ്യണം. ഇതിന് വേണ്ടിയാണ് ഈ കൂടാരത്തിൻ്റെ അകത്തോട്ട് ഊതിക്കയറ്റത്. ഇത് പോറസാ, ഇത് കൊണ്ട് നടക്കാൻ കഴിയും. പക്ഷേ ഇതിനകത്തുനിന്ന് ലീക്ക് ചെയ്യത്തില്ലെങ്കിലും ആ ദൈവസാന്നിധ്യം കുമിഞ്ഞു കൂടിയാൽ ഇതിനകത്തുനിന്ന് റേഡിയേറ്റ് ചെയ്യും, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് മാറും. അന്യായ ശക്തികൾ പാർക്കുന്ന ഇടങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ജയമെന്ന് പറയുവാൻ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ഒരു ദൈവശക്തിയുടെ പകർച്ച നടക്കട്ടെ. ഒരു ദൈവശക്തിയുടെ പകർച്ച നടക്കട്ടെ. ഞാൻ ചില മിനിറ്റുകളിലൂടെ മുന്നോട്ട് വരാൻ പോവാം. ദയവായി ശ്രദ്ധിച്ചാലും കൈയടിച്ച് ആരാധിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ എൻ്റെ ഈ ആയുസ്സിൽ ഇന്ന് വരെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊന്ന് കൈയടിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു സ്തോത്രം പറയാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കാര്യം പറഞ്ഞു പറയിപ്പിക്കുന്ന സ്തോത്രത്തിന് ഞെക്കി കരയിപ്പിക്കുന്ന പാവ പോലെ ഉള്ളൂ, അതിൽ കവിഞ്ഞൊരർത്ഥമില്ല. സ്തോത്രം തന്നെ വരും. എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ക്ലോക്ക് എൻ്റെ മുൻപിൽ നിൽക്കുന്നു, അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കർത്താവിദാസൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കറിയാം, നേരത്തിന് നിർത്തിക്കോളാം. ഇത് രണ്ടും കൂടെ നടക്കേണ്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇരുന്ന് ആരാധിക്കുന്ന കാര്യം അദ്ദേഹത്തിന് താല്പര്യം, എനിക്ക് ഭയങ്കര താല്പര്യമാണ്. നടക്കത്തില്ലെന്ന് ദൈവസാന്നിധ്യം ഏറ്റെടുക്കാൻ ശ്രമിക്കുക. ഇത് അകത്തിരിക്കണം. ഓക്കെ, കുറച്ച് നാൾ കഴിഞ്ഞു. ആദമിൻ്റെ മൂക്കിലേക്ക് ഊതിയ ദൈവം ഞാനൊരൊറ്റ ചാട്ടം ചാടാൻ പോകാം മറിയയുടെ അടുക്കലോട്ട്. ലോകം ആകപ്പാടെ പരാജയപ്പെട്ടു. 3 വ്യത്യസ്ത വീഴ്ചകളിൽ ലോകം തകർന്നു. 3 വീഴ്ചകളിൽ എനിക്ക് തൊടാൻ പോലും പറ്റത്തില്ല. എനിക്കൊന്ന് വരുന്ന ഒരാഴ്ചയിൽ കണ്ടിന്യൂസ്ലി ഒരു സ്ഥലത്തുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു 5 സെക്ഷൻ ഒന്നിച്ച് കിട്ടുമെങ്കിൽ മനുഷ്യൻ്റെ 3 വീഴ്ചകൾ എന്ന വിഷയം ഞാൻ അവിടെ വെച്ചെടുക്കാം. വല്ല ഇതുപോലെ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യും. കാര്യം അതിനകത്ത് ഒത്തിരി കൂടുതൽ ആത്മീക സത്യങ്ങളുണ്ട്. അങ്ങനെ അങ്ങ് പരസ്യപ്പെടുത്താൻ ഒക്കുന്ന കാര്യങ്ങളുമല്ല. എവിടെയെങ്കിലുമൊക്കെ അവസരം കിട്ടുന്നിടത്ത് ഞാൻ പറയാം, മനുഷ്യൻ 3 പ്രാവശ്യം വീണു. 1, ആദമിൻ്റെ കാലത്ത് കണ്ടമാനം വീണു. 2, നോഹയുടെ കാലത്തവൻ വീണു. 3, നിമ്രോദിൻ്റെ കാലത്തവൻ വീണു. ഇതോടെ മനുഷ്യവർഗം തീർന്നു. ഈ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിനാണ് ദൈവപുത്രനാകുന്ന യേശു ഇറങ്ങി വന്നത്. ദൈവപുത്രനാകുന്ന യേശുവിൻ്റെ ഇറങ്ങിവരവിൻ്റെ സമയത്ത് ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ച, അറിയപ്പെട്ട പാപങ്ങളിൽ ഒന്നിലും അകപ്പെടാഞ്ഞ, മശിഹയുടെ വരവിന് വേണ്ടി കാത്തിരുന്ന ഒരു 14കാരി മറിയെ കണ്ടുപിടിച്ചു. Mary was 14. ഒരു 14കാരി മറിയെ കണ്ടുപിടിച്ചു. അവൾ ദൈവദൂതൻ്റെ മുമ്പിൽ, മനുഷ്യനൊക്കെ ഹൃദയം കൊണ്ടെങ്കിലും കന്യകാപ്രായത്തിങ്കിൽ പുരുഷന്മാരെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഹൃദയം കൊണ്ടെങ്കിലും അവൾ ദൈവദൂതൻ്റെ മുമ്പിൽ, ഹെബ്രിയേലിൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞു, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, എൻ്റെ വിവാഹം ഉറച്ചിരിക്കുക. അതെല്ലാം വേറെ കാര്യം. പക്ഷെ ഞാൻ എത്ര പവിത്രതയോടെ വന്ന കാര്യം, മശിഹ വരുവാൻ വേണ്ടി ആ കാലത്ത് നല്ല പെൺപിള്ളേർ കാത്തിരിക്കുക. ആയിരങ്ങൾ കാത്തിരിക്കുക. ഇതിനകത്തുമുണ്ട് ദൈവശക്തിക്ക് കാത്തിരിക്കുന്നവർ. ഈ കാത്തിരുന്ന കൂട്ടത്തിൽ എല്ലാത്തിനെയും സ്വർഗത്തിലെ ദൈവം ഒന്ന് സ്കാൻ ചെയ്ത് വെച്ച് ഒരു ദിവസം പറഞ്ഞു, ഇതിനകത്ത് ഒന്നിനെ എനിക്ക് കൊള്ളാം, തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം. ഇന്ന് പകൽക്കാലം ഈ പട്ടണത്തിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ കൊള്ളാവുന്ന ചില പാത്രങ്ങളെ തമ്പുരാൻ തപ്പുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ നിങ്ങളായിരിക്കുമോ? ഈ സഭയുടെ സ്ഥിതിക്കൊരു വ്യത്യാസം വരുത്തുവാൻ ദൈവം ആഗ്രഹിച്ചൊരു പാത്രം തപ്പുന്നെങ്കിൽ ഇതിനകത്ത് ചിലതിനെ കിട്ടുമോ? എന്നാ പ്രായമാ? 7 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 7 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ രാംബാബു കയ്യിലെടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ട് ക്യാൻസർ രോഗിയുടെ തലയിൽ കൈവെപ്പിച്ച് പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. 5 വയസ്സ്. രാംബാബുവിൻ്റെ കയ്യിലോട്ട് കുഞ്ഞിനെ എടുത്ത, കുഞ്ഞിൽ വ്യാപരിച്ച ദൈവശക്തി അല്ല, രാംബാബുവിൽ വ്യാപരിച്ച ദൈവശക്തിയാണ്. ഇതെല്ലാം പോറസാ, ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പകരാൻ കഴിയുന്നതാ.
പൈശാചികവും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സംസർഗമൊക്കെ ശ്രദ്ധിക്കണം എന്നെപ്പോഴും നമ്മൾ പറയാറുള്ളത്. നമ്മുടെ സംസർഗം ശ്രദ്ധിക്കണം. ഇതെല്ലാം പോറസാ അങ്ങനെ ദൈവം ഉണ്ടാക്കിയത്. ഓക്കെ, 5ഉം 7ഉം വയസ്സുള്ളവനെ ദൈവത്തിന് ഉപയോഗിക്കാം. 7 വയസ്സുള്ള മക്കളെ പിടിച്ച് രാജാവാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. തൽക്കാലത്തേക്ക് ഒന്ന് പകരം ഭരിക്കാൻ അമ്മയെ കൊടുത്തു കാണുമല്ലേ വേറൊരാളിനെ. 15 വയസ്സുള്ളതിനെ പിടിച്ച് രാജാവാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. എനിക്ക് അധികം നാളത്തെ ക്രിസ്തീയ പരിചയമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ അതൊരു എക്സ്ക്യൂസ് അല്ല, നത്തിങ്. ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. മറിയയുടെ അടുക്കലൊരു ദൂതനെത്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നത് വാക്കിലൂടെയാ, അല്ലെങ്കിൽ കാറ്റിലൂടെയാ. ആദമിനോട് ഒന്നും കൽപ്പിച്ചതായി കാണുന്നില്ല. അവൻ്റെ മൂക്കിലേക്ക് ഊതി എന്ന് ഡയറക്റ്റ് എഴുതിയിരിക്കുക. മറിയയുടെ മേലൊരു ഊത്തൂതി. ആ ഊത്ത് ശബ്ദമായി പുറത്തു വന്നു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. വാക്കുകൾ ശബ്ദം കാറ്റാണെന്ന് അറിയാൻ മേത്തൊരാരുമില്ല. നമ്മുടെ സൗണ്ട് ബോക്സ് അതിന് രൂപം കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ലങ്സിന് കേടുണ്ട്, അതുകൊണ്ട് കാറ്റ് വരാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ബോക്സ് കൊടുക്കുന്ന ഈ രൂപം, ഈ കാറ്റ് സാധാരണ സ്പെഷ്യൽ മൈക്ക് ഒക്കെ ഉപയോഗിച്ച് എടുക്കുന്നത്. മറിയയുടെ അടുക്കൽ ഒരു ഊത്തൂതി. ആ ഊത്ത് ഇങ്ങനെയായിരുന്നു: കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഒരു വാക്ക് മതി കേട്ടോ, അതിനകത്തോടെ ഒരു ആത്മവ്യാപാരം ഉണ്ടായി. ഇന്ന് പകൽക്കാലം ഈ വാക്കുകളുടെ മുമ്പിൽ ചില ആത്മവ്യാപാരം നടക്കുന്നുണ്ട്. ചിലരത് സെൻസ് ചെയ്യുന്നുണ്ട്, ഒരു സെൻസിങ്. അങ്ങനെ അങ്ങോട്ട് വന്നു. മറിയയുടെ ഉള്ളിൽ ഈ വചനം ജഡമായി ഉരുത്തിരിഞ്ഞു. കാരണം ജഡമായി ഉരുത്തിരിയേണ്ടതിന് കാറ്റിൻ്റെ ഫോമിൽ പോകാതെ ആദമിനൊരു ജഡം ദൈവം ഇവിടുന്ന് ഉണ്ടാക്കി. ഈ കോസ്മോസിൽ നിന്ന് ഒരു ജഡം ഉണ്ടാക്കി. ആ ജഡത്തിന് ജീവൻ കൊടുക്കേണ്ടതിന് സ്വർഗത്തിലെ നിസ്വയെ അദ്ദേഹത്തിൻ്റെ അകത്തേക്ക് ഊതി. മറിയയിൽ ഒരു ജഡം ഉരുവാകേണ്ടതിന്, മറിയയിൽ നിന്ന് രക്തമെടുക്കാതെ, മറിയയിൽ നിന്ന് മാംസം എടുക്കാതെ, മനുഷ്യ രക്തവും മനുഷ്യ ബീജവും കലരാതെ തൻ്റെ മറിയയിലൂടെ പുറത്തു വരേണ്ടതിന്, ജഡം ഉൽപ്പാദിപ്പിക്കേണ്ടതിന് ശബ്ദമായി അവളുടെ അകത്തേക്ക് കയറി. അത് കാതിലൂടെ കയറി ചെല്ലേണ്ടടുത്ത് എവിടെയോ ചെന്നു. അവളിൽ അതൊരു ശരീരമായി രൂപീകരിക്കപ്പെട്ടു. യേശു ജനിച്ചു. ഇനിങ്ങ് മാറുക. ജനിച്ച യേശു 30ാമത്തെ തിരുവയസ്സിൽ സ്നാനമേറ്റു. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നൊരു ഊത്തൂതി. ആ ഊത്ത് ശബ്ദമായി രൂപീകരിക്കപ്പെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. നിങ്ങൾ ചിലരും ഇതൊക്കെ കേൾക്കാറുണ്ടല്ലോ. ചില പ്രവചന ശബ്ദങ്ങൾ, തെയ്യം ഉപയോഗിക്കുന്ന പ്രവാചകന്മാർ പറയുന്ന ചില പ്രവചന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാക്കിക്കൊണ്ട്, ചിലതിനെ വിറപ്പിച്ചുകൊണ്ട്, ചിലതിനെ താഴെ തള്ളിയിട്ടുകൊണ്ട് ദൈവശക്തി പ്രവർത്തിക്കുന്നത് കാണാൻ. കാര്യം ആ ശബ്ദത്തിൽ വ്യാപരിക്കുന്ന അതാ. നല്ല കാര്യമൊക്കെ പറയുന്ന പ്രവാചകന്മാർ കേൾക്കാൻ നമ്മുടെ ഹൃദയം സന്തോഷിക്കാറുണ്ട്. പക്ഷേ ശരീരത്തിനറിയാം ഇതിനകത്ത് ദൈവശക്തി ഒന്നുമില്ല. എന്നാൽ ദൈവം ഉപയോഗിക്കുന്ന ചില പ്രവാചകന്മാർ ചില വ്യക്തികളെ നോക്കി ഷാർപ്പായി ചില ദൂത് പറയുമ്പോഴുണ്ടല്ലോ, തണ്ട് അവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തി. തണ്ട് യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ സ്വർഗം തുറന്നു. പിതാവായ ദൈവം, എൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്, ഒരു ഊത്തൂതി അതൊരു ശബ്ദമായി വെളിയിൽ വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാനൊരു നെഗറ്റീവ് സൈഡ് ചോദിച്ചോട്ടെ, ആരൊക്കെ കേട്ട് ഈ ശബ്ദം? സ്നാപകയോഹന്നാൻ മാത്രം, വേറെ ആരും കേട്ടില്ല. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹി നെവർ അഡ്രസ് എ ക്ലാസ്, ബട്ട് ഹി ഓൾവേസ് അഡ്രസ് എ പേഴ്സൺ. ഞാൻ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങളിൽ പലരും ക്ലാസ് എടുക്കുന്നവരാണ്. നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ 40 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 40 പേർക്കും, 100 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 100 പേർക്കും മനസ്സിലാകത്തക്കതുപോലെ ക്ലാസ്സിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷെ ദൈവം അഡ്രസ്സ് ചെയ്യുന്ന ക്ലാസ്സിനെ അല്ല. ക്ലാസ് മുഴുവൻ ശബ്ദം കേൾക്കും. ഏത് വ്യക്തിയെ അഡ്രസ്സ് ചെയ്യുമോ അവന് മനസ്സിലാകും. ഇവിടെ യോഹന്നാനാണ് തെളിവ് വേണ്ടത് ആരാണ് ദൈവപുത്രനെന്ന്. അതുകൊണ്ട് യോഹന്നാൻ ഒരു കാഴ്ച കണ്ടു. പ്രാവുന്നതുപോലെ ആത്മാവ് ഇറങ്ങുന്നത് കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന ശബ്ദവും കേട്ടു. ഈ കാഴ്ച യോഹന്നാൻ മാത്രമേ കണ്ടുള്ളൂ. ഭൂമിയിൽ ആരും കണ്ടില്ല. ഈ കേൾവി യോഹന്നാൻ മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ അയലൊക്കക്കാരനെ കേൾപ്പിക്കാനല്ല ദൈവം പറഞ്ഞത്, ആ യോഹന്നാനോട് ഇടപെടാൻ വേണ്ടിയാ. ഒരു ഊത്തൂതി, ആ ഊത്ത് ശബ്ദമായി മാറി, ദൃശ്യമായി മാറി. പ്രാവൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി യേശുവിൻ്റെ മേൽ വരുന്നത് യോഹന്നാൻ കണ്ടു. ഞാൻ മുന്നോട്ട് മാറട്ടെ. ഇതും കഴിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരുമായി യേശു മറുരൂപമലയുടെ മുകളിൽ കയറി. 3.5 വർഷം ഏറെക്കുറെ ഭൂമിയിൽ ജീവിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് വന്നു. സാഹചര്യങ്ങളെ നേരിട്ടു. ഒന്നിനു പുറകെ ഒന്നായി സ്വർഗം ഓരോ മണിക്കൂറും ക്രോസ് എക്സാമിനേഷൻ ചെയ്യുകയാണ്. മനുഷ്യവേഷം എടുത്ത എൻ്റെ മകൻ അഹങ്കരിച്ചിട്ടുണ്ടോ?
വലിയ അത്ഭുത ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ, കടലിലെ പച്ചവെള്ളത്തിൻ്റെ മീതെ നടക്കുമ്പോൾ, ഇത് എന്തൊരു അധികാരമെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ, നമ്മുടെ പുരോഹിതന്മാരെ പോലെയല്ല, ശാസ്ത്രിമാരെ പോലെയല്ല, ഇവൻ അശുദ്ധാത്മാക്കളോട് സംസാരിക്കുന്നു, അവ പോലും കീഴടങ്ങുന്നുവെന്ന് പറഞ്ഞ് ആളുകൾ ഒരു വശത്ത് പ്രശംസിക്കുമ്പോൾ, പിടിച്ച് രാജാവാക്കുവാൻ ഒരു കൂട്ടം ആളുകൾ വരുമ്പോൾ, എൻ്റെ മോൻ അഹങ്കരിച്ചിട്ടുണ്ടോ പിതാവ് നോക്കുക. ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവൻ ഭയന്നിട്ടുണ്ടോ എൻ്റെ പിതാവ് നോക്കുക. നോക്കി 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 ഒരു ഊനവും കാണാത്തവനായി യേശുവിനെ മറുരൂപമലയുടെ മുകളിലേക്ക് കൊണ്ടു നിർത്തിയേച്ച് 3 ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്ക്. യോഹന്നാനോട് ചെവി കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. ആ പ്രസാദം കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഇന്ന് ഒരു ആത്മീക മർമ്മം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം. നമ്മൾ ദൈവത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നവരല്ല, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാ. ഇത് രണ്ടും രണ്ടാ. ഞാൻ ചായ കുടിക്കുന്നതിനൊരു സ്പെഷ്യൽ ശൈലിയുണ്ട്. എൻ്റെ ഭാര്യയ്ക്കറിയാം, എൻ്റെ മരുമക്കൾക്കറിയാം. എനിക്കിഷ്ടമുള്ള ടേസ്റ്റിൽ അവരെനിക്ക് ചായ ഉണ്ടാക്കി തരും. നിങ്ങളുടെ ആരുടെയും വീട്ടിൽ വന്ന് ഞാൻ ഒരുപാട് വീട്ടിൽ കയറി ചായ കുടിച്ചിട്ടുണ്ട്, ഇനിയും കുടിക്കും. ഇന്ന ടേസ്റ്റ് ആയിരിക്കണം, ഇന്ന ടൈപ്പിലായിരിക്കണം എന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തരുന്നത് കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡാണ്. മനസ്സിലായോ? നിങ്ങൾ തരുന്നത് കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡാണ്. എന്നെ പ്ലീസ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. കുറഞ്ഞ പക്ഷം ഐ ആം സാറ്റിസ്ഫൈഡ്. പക്ഷേ എൻ്റെ ഭാര്യ കൊണ്ടുവന്നാൽ ഞാൻ പറയും, ഒന്നുകൂടി ഇട്, വേറെ ഇട്. ഞങ്ങൾക്ക് വേല ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോൾ വീട്ടിലുണ്ട്. ചിലപ്പോൾ ഞാൻ പറയും, അവളിട്ട ചായ നീ ഒന്നുകൂടി ഇട്. ദാറ്റ് ഈസ് ടു പ്ലീസ്. നമ്മൾ ദൈവത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നവരല്ല, ദൈവത്തെ പ്ലീസ് ചെയ്യുന്നവരാ. എൻ്റെ ഒരു ഉടുപ്പ് തയ്പ്പിച്ചുകൊണ്ട് വന്നാൽ എൻ്റെ ഭാര്യ ചിലപ്പോൾ ഷീ ഈസ് നോട്ട് പ്ലീസ്ഡ്. എൻ്റെ ഒരു 1/2 ഇഞ്ച് ഇറക്കം കൂടെ ഉണ്ടേ നന്നായിരുന്നേനെ. ഞാൻ പിന്നെ ടൈലറുടെ പുറകെയാണ്, 1/2 ഇഞ്ച് കൂടെ നീളം പിടിപ്പിച്ചതാണ്. അല്ലെ 1 ഇഞ്ച് കൂടെ കുറവായിരുന്നേ നല്ലതായിരുന്നു. ഞാൻ ടൈലറുടെ പുറകെയാണ്. അയാൾ എന്നെ സാറ്റിസ്ഫൈ ചെയ്ത് വിട്ടതാണ്. എൻ്റെ ഹോൾ ചർച്ച് സാറ്റിസ്ഫൈഡാണ്. പക്ഷേ ഒരാളിനെ പ്ലീസ് ചെയ്യണം, മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. നിങ്ങളാരും ദൈവത്തെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടവരല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടവരാ. പ്രസാദിപ്പിക്കണമെങ്കിൽ ചോദിച്ചത് കൊടുത്തേ പറ്റൂ, വേണ്ടതുപോലെ കൊടുത്തേ പറ്റൂ, തൻ്റെ ഹിതത്തിനൊത്തവണ്ണം നിന്നേ മതിയാകൂ. പ്രസാദിപ്പിക്കുന്നവർക്കായി സ്തോത്രം. ശിഷ്യന്മാരോട് പറഞ്ഞ്, ഇവൻ എന്നെ പ്രസാദിപ്പിച്ചു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇവന് ചെവി കൊട്, വേറെ ആർക്കും ചെവി കൊടുക്കരുത്. നിങ്ങളും ചെവി കൊടുക്കുന്നത് ഈ പ്രസാദിപ്പിക്കുന്നവരെ മാത്രമേ ആകാവൂ. രോഗശാന്തി നടത്തിയിട്ട് ഉപദേശം തെറ്റിക്കുന്നവന് ചെവി കൊടുക്കരുത്. യു ഗെറ്റ് മീ? ഉപദേശം തെറ്റിച്ചേച്ച് പാവപ്പെട്ടവരെ സഹായിച്ചു എന്നുള്ളത് പറഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടീഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, നെവർ എ പ്ലീസിങ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഞാൻ മുന്നോട്ട് പോട്ടെ. യേശു മരിക്കുന്നതിന് മുന്നമേ തൻ്റെ ഒടുവിലത്തെ അത്താഴത്തിൻ്റെ അന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞു. ഈ യേശുവിൻ്റെ അവസാന ശുശ്രൂഷയെ കുറിക്കുന്ന, കർത്തൃമേശയെ കുറിക്കുന്ന ഒരു സ്കിറ്റ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. അതിനകത്ത് ഇത് അമ്മോൻ ഇവിടെ ഉണ്ടോ? അന്ന് യേശുവായിട്ട് അഭിനയിച്ച ആൾ ഇന്നലെ രാത്രി ഞാൻ കണ്ടു. മോനൊന്ന് എഴുന്നേറ്റ് പ്ലീസ്, എൻ്റെ വൈഫും കൂടെ ഒന്ന് കണ്ടോട്ടെ. ഇവനാ പുള്ളി. താങ്ക് യു മോനെ, താങ്ക് യു. ആഴ്ചകൾ വായിച്ച് ഇസ്രയേലിൻ്റെ ചരിത്രം മൊത്തം പഠിക്കാവുന്നതിൻ്റെ പരമാവധി പഠിച്ച്, പെസഹ എന്തുവാ, നടത്തേണ്ടത് എങ്ങനെയാണ് എന്നിത്യാദികൾ അവരുടെ പ്രമാണത്തിൽ നിന്ന് പഠിച്ച്, ഭാവി ജനത്തിന് ഒരു അനുഗ്രഹമാകേണ്ടതിന് ഒരു സ്കിറ്റായി അത് ബാംഗ്ലൂർ ചർച്ച് അവതരിപ്പിച്ചു. അന്ന് യേശുവായി അഭിനയിച്ച മനുഷ്യനാണ്. 2ാം പ്രാവശ്യം എൻ്റെ അടുക്കൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നെയും മറന്നുപോയി, സോറി. യേശു അവരുടെ കാലുകൾ കഴുകി വെച്ച് പറഞ്ഞു, നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. മോനെ, ഞാനങ്ങ് പ്രിയാമ്പിളായിട്ട് പറയാം. മോനെ, ആദമിനെ ശുദ്ധിയുള്ള മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങളെ ഉണ്ടാക്കാൻ ശുദ്ധിയുള്ള മണ്ണ് ഇവിടെ ഇല്ല. ഈ പാപസാഗരത്തിൽ എവിടെ പുണ്യസ്ഥലം? ഇതൊരു പാപസാഗരമാണ്, ഇവിടെ ശുദ്ധിയുള്ള മണ്ണില്ല. പിന്നെ എൻ്റെ സാന്നിധ്യം കൊണ്ടും എൻ്റെ വചനം കൊണ്ടും ഒടുവിൽ ഈ കഴുക്കുകൊണ്ടും നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. അങ്ങനെ അവരെ ശുദ്ധീകരിച്ചു വിട്ടു. യേശു കാൽവറിയിൽ പാപത്തിൻ്റെ വില മുടക്കി, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ അന്ന് രാത്രിയിൽ 10 ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ
കഥ കടച്ചിരിക്കുന്ന മർക്കോസിൻ്റെ മാളിക മുറിക്ക് അകത്ത് യേശു കയറി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടണ്ട. ഇന്നും പറഞ്ഞു ഭയപ്പെടണ്ട, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. ഞാൻ നിങ്ങളെ ഓൾറെഡി ശുദ്ധീകരിച്ചതാ. പെസഹയുടെ അന്ന് നിങ്ങളെ ശുദ്ധീകരിച്ചതാ. ഇപ്പം നിങ്ങളെ ധൈര്യപ്പെടുത്തുക. എന്നിട്ട് അടുത്ത പദം, അവരുടെ മേൽ ഊതി എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുക. മോനെ, ആദമിനെ നിയമിച്ചതുപോലെ നിന്നെ റിസ്റ്റോർ ചെയ്യുക. ആദമിൻ്റെ ശരീരം നിർമ്മിച്ചത് വിശുദ്ധ മണ്ണുകൊണ്ടാണ്. കാര്യം അന്ന് ഈ ഭൂമിയിൽ പാപമില്ല, വിശുദ്ധ മണ്ണുകൊണ്ട് നിർമ്മിച്ചതാ. നിങ്ങളെ സൃഷ്ടിക്കുവാൻ വിശുദ്ധ മണ്ണില്ലായിരുന്നു. മറിയയിൽ ഉരുവാകേണ്ടതിന് വിശുദ്ധമായതൊന്നുമില്ലഞ്ഞതുകൊണ്ട് വചനം തന്നെ ജഡമായി ഉരുത്തിരിഞ്ഞു. വിശുദ്ധമായതിലെ ആത്മാവ് നിറയത്തുള്ളൂ. നിങ്ങളെ ഞാൻ വിശുദ്ധീകരിച്ച് കഴിഞ്ഞതാണ്. ഇപ്പോൾ എൻ്റെ ആത്മാവിനെ പ്രാപിക്കുക. അവരുടെ മേൽ ഊതി. ഈ ഊത്തിന് എന്തോ വിലയുണ്ട്. ആ രംഗത്ത് ഞാൻ നിൽക്കുന്നില്ല, സമയം കഴിയുന്നു. ഒടുവിൽ അവരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവേ, അന്നൊന്ന് ഊതിയതല്ലേ, അന്ന് ആത്മാവ് വന്നതല്ലേ? അന്ന് മോനെ, എല്ലാം പല പടിയിലാണ് നിർവഹിക്കപ്പെടുന്നത്. ഒരടി കർത്താവ് ഒന്നും ചെയ്യത്തില്ല. ലഭിച്ചതിൽ വിശ്വസ്തത തികച്ചവനെ മാത്രമേ അടുത്ത പടിയിലേക്ക് കയറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ വിളിച്ചു, നിങ്ങളുടെ നിന്ന് പെശകു പറ്റി, നിങ്ങളുടെ മേൽ ഒരു ഊത്തൂടെ ആവശ്യമാണ്. അതുകൊണ്ട് എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ ശിഷ്യന്മാർ ഒരുമിച്ച് കാത്തിരുന്നു. മാളിക മുകളിൽ 10ാമത്തെ ദിവസമായപ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നൊരു ഒറ്റ ഊത്തൂതി, കൊടിയ കാറ്റടിക്കുന്നത് പോലെ. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ലൈക്ക് എ വയലൻ്റ് ബ്രത്ത്. കൊടിയ കാറ്റടിക്കുന്നത് പോലെ എന്നല്ല, ഒരു രാക്ഷസൻ ഊതുന്നത് പോലെ. ഇറ്റ്സ് എ വയലൻ്റ് ബ്രത്ത്. രാക്ഷസൻ എന്ന പദമില്ല. ലൈക്ക് എ വയലൻ്റ് ബ്രത്ത്. ഭയങ്കര വയലൻ്റായി ഒരാൾ ഊതുന്നത് പോലെ ഒരു ഒറ്റക്കാറ്റടിച്ചു. അവർ കൂടിയിരുന്ന വീട് മുഴുവനും നിറച്ചു. അന്തരീക്ഷം മുഴുവൻ ശുദ്ധമായി. നമ്മളൊരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. കർത്താവിൻ്റെ ദാസൻ ഇന്നും പറഞ്ഞു, ഒരു അന്തരീക്ഷം ഉള്ളിടത്തെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഞാനൊരു മറുവശത്തോട്ട് ഇറങ്ങുക. ധനാശയത്തെ ഒരിക്കലും കണ്ടം ചെയ്യുകയല്ല. ദാറ്റ് ഈസ് 1% 100% കറക്റ്റ്, 100% കറക്റ്റ്. പക്ഷെ ഞാനതിൻ്റെ ഒരു മറുവശത്തോട്ട് പോവുക. ചില സാഹചര്യങ്ങളിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ദൈവം ഇടപെടും. റെയ്നഡ് മോങ്കെ ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്, പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റ് പോലെയാണ് വരുന്നതെന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം, ഈ ഹെരിക്കൻ അടിക്കുന്ന സമയത്ത്, ഒരു വലിയ കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ അമേരിക്കയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. കാറ്റാരുടെയും വരുമോ, നിൻ്റെ കിന്നരമിഞ്ഞു കൊണ്ടുവന്ന് വായിച്ച് ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ, ഞാനൊന്ന് വീശട്ടെന്ന്. നോ, നിൻ്റെ അന്തരീക്ഷം വിഷയമല്ല. ഇതിനകത്ത് കൊടിയ ശക്തിയാണ്. ഇന്ന് പകൽക്കാലം ആ കൊടിയ ശക്തി സ്വർഗം ഇതിനകത്ത് റിലീസ് ചെയ്യുന്നെങ്കിൽ, വിശുദ്ധീകരിക്കപ്പെട്ട ശരീരങ്ങളുടെ അകത്തേക്ക് ആ കൊടിയ ശക്തി കയറുമെങ്കിൽ, എതിർത്ത് നിൽക്കുന്ന ആളുകളുടെ നടുവിൽ ദൈവത്തെ സേവിച്ചേണ്ടതിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം നമുക്കൊരു പദവി തരട്ടെ. അവരുടെ മേലൊരു ഊത്തൂതി. എന്തിനു വേണ്ടിയാണ് ആദാം നഷ്ടപ്പെടുത്തിയത്? നിങ്ങൾക്ക് തിരിച്ചു തരിക. നിങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ രാജ്യം വരണമേ എന്ന, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്ന, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതിന് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. എങ്ങനെ? വിശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിൻ്റെ മേൽ സ്വർഗത്തിൽ നിന്നൊരു ഊത്തുമായി. ഇന്ന് പകൽ ആ ഒരു ആത്മശക്തി എന്നിലും നിങ്ങളിലും വരട്ടെ. എനിക്കൊന്ന് 12:30 ടൈം ഇല്ലേ പാസ്റ്ററെ? 12:30 ഏറെക്കുറെ ടൈം നമ്മുടെ ടൈമായി. അതുകൊണ്ട് ഞാൻ ഇവിടോട്ട് നിർത്തുക. ഇന്ന് ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞാൻ ഊതാൻ പോകല്ല, ശബ്ദമായി പുറത്തു വരാൻ ചില വാക്കുകൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ കൽപ്പിക്കുവാൻ. ഒന്ന്, ചർച്ച് ഗ്രോത്ത്. ഞാൻ ഇന്ന് പ്രസ്താവിക്കാൻ പോവുക, പരസ്യമായി പ്രസ്താവിക്കാൻ പോവുക, ചർച്ച് ഗ്രോത്ത്. 2, ഇതിനകത്തിരിക്കുന്നവർക്ക് ആവശ്യമുള്ള ദൈവിക വിടുതലുകൾ കർത്താവ് ഇവിടെ കൽപ്പിക്കേണ്ടതിനായി. 3, ആവശ്യമുള്ള രോഗശാന്തികൾ കർത്താവ് ഇവിടെ കൽപ്പിക്കേണ്ടതിനായി. ഈ 3 കാര്യങ്ങൾ ദൈവസന്നിധിയിലോട്ട് വെക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ നമ്പർ 1 ചർച്ച് ഗ്രോത്തിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ 5-6 മിനിറ്റ് കൊണ്ട് തീരും. ചർച്ച് ഗ്രോത്തിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ആ സമയത്ത് ഈ ദൂത് കേട്ടുകൊണ്ടിരുന്നപ്പോഴേ ചിലരുടെ അകത്തോട്ട് തീ വീണു. എന്നെ സ്നാനപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസൻ IPCയിലെ പാസ്റ്റർ PM ബിലിപ്പ് പണ്ടൊരിക്കൽ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ അവിടെയും ഇവിടെയും ഒക്കെ ആവർത്തിക്കാറുണ്ട്. 2-3 പിള്ളേർ കൂടി ഒരിക്കൽ, അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ കൂടി ഒരിക്കൽ ഊട്ടിയിലെങ്ങാണ്ട് പോയി പട്ടം പറപ്പിച്ചുകൊണ്ടിരുന്നു. ഊട്ടിയിൽ പോയി പട്ടം പറപ്പിച്ചു.
ആരുടെ പട്ടം ഏറ്റവും ഉയരത്തിൽ പോകുവാനും 1-ാം സമ്മാനം, അതിൻ്റെ താഴത്തവന് 2-ാം സമ്മാനം. നന്നായി പട്ടം ഉയർന്നു പോയ പുള്ളിയുടെ പട്ടം മേഘത്തിൻ്റെ മേളിൽ പോയി. ഊട്ടിയിലും അതുപോലുള്ള മലമ്പ്രദേശങ്ങളിലൊക്കെ മേഘം താണു പറക്കും, പ്രത്യേകിച്ച് സെപ്റ്റംബറിൽ. നമ്മൾ നിൽക്കുന്നതിനേക്കാൾ താഴെ കൂടെ നമ്മൾ മേഘത്തിനകത്തൊക്കെ ആയിപ്പോവും. അങ്ങനെ മേഘം താണു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പട്ടം മേഘത്തിൻ്റെ മേളിൽ പോയി. 2-ാമൻ്റെ പട്ടം മേഘത്തോട് അടുത്ത് നിൽക്കുക, 3-ാമൻ്റെ ഒത്തിരി താഴെയാണ്, ഇത് കളരുന്നില്ല. അപ്പം 2-ാമൻ ഓർത്തു, ഈ മൂത്തവനെ എങ്ങനെയെങ്കിലും മൂത്ത പുള്ളിയെ എന്ന് പറഞ്ഞാൽ പട്ടം മേളിപ്പോയ പുള്ളിയെ എങ്ങനെയെങ്കിലും നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിട്ടാൽ 1-ാം സമ്മാനം എനിക്കിരിക്കും. അപ്പോൾ ഒരു ലൂപ്പ് ഹോൾ കാണുന്നത്, ഇവൻ്റെ പട്ടം ആർക്കും കാണത്തില്ല, അത് മേഘത്തിൻ്റെ മേളിലായതുകൊണ്ട്. അപ്പോൾ 2-ാമൻ 1-ാമനോട് പറഞ്ഞു, എടാ നിൻ്റെ പട്ടം പണ്ടേ പൊട്ടിപ്പോയി, പട്ടം നിൻ്റെ ഇല്ല, പട്ടം പണ്ടേ പൊട്ടിപ്പോയി, പോടാ വീട്ടിൽ, ഇവിടെ നിന്ന് ഞങ്ങളുടെ സമയങ്ങൾ മെനക്കെടുത്താൽ നീ പോ, നിൻ്റെ പട്ടം പൊട്ടിപ്പോയി. 3-ാമൻ അതിനോട് യോജിച്ചു, ശരിയാടാ, കാര്യം അവൻ 3-ാമത്തെ അടുത്ത് 2-ാമനാകാൻ പോകല്ലേ, സ്ട്രൈറ്റ്, നിൻ്റെ പട്ടം പൊട്ടിപ്പോയി. നിന്നവരെല്ലാം കൂടെ പറഞ്ഞു പട്ടം പൊട്ടി, പൊയ്ക്കോ, നിൻ്റെ പട്ടം പൊട്ടി. മറ്റവന് പോകാനൊരു മനസ്സുമില്ല. അപ്പം അവൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഐ നോ, പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ വാചകമാണ്, അദ്ദേഹം നിത്യതയില പറഞ്ഞൊരു വാചകമുണ്ട്, ഐ നോ മൈ കൈറ്റ് ഈസ് അപ്പ് ഇൻ ദ സ്കൈ, ഫോർ ഐ ഗെറ്റ് എ പ്രഷർ ഓൺ ദ ടിപ്പ് ഓഫ് മൈ ഫിംഗർ. എൻ്റെ പട്ടം മേളിലോട്ട് വലിയുന്നതിൻ്റെ വലിച്ചിലിൻ്റെ ആ പ്രഷർ, ഐ ഗെറ്റ് എ പ്രഷർ ഓൺ ദ ടിപ്പ് ഓഫ് മൈ ഫിംഗർ. ഇതിനകത്തിരിക്കുന്ന പലർക്കും യു ഗോട്ട് എ പ്രഷർ അറ്റ് ദ ടിപ്പ് ഓഫ് യുവർ ഫിംഗർ ഓർ മേ ബി ഓൺ യുവർ ബോഡി, ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് വാണ്ട് ടു മൂവ് വിത്ത് യു ആൻഡ് മൂവ് ഇൻ യു. The Holy Spirit want to move in you. They are going to be the kingdom bearers, the kingdom carriers. നിങ്ങൾ നടക്കുമ്പോൾ, ഈ പട്ടണത്തിൽ നടക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങ പിശാചേ. നിങ്ങൾക്കറിയാമോ, പ്രയർ റൈഡ് സഭാ വളർച്ചയുടെ പ്രധാന ഭാഗമാണ്. ഇന്ന് പ്രയർ റൈഡ് എന്നൊക്കെ നിങ്ങൾ പറയും, ഞാനും പറയും, കാര്യം നമ്മൾ ആ സ്റ്റേജിൽ വന്നു, ദൈവം നമ്മളെ ഉയർത്തി. പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇറ്റ് വാസ് ദ പ്രയർ വാക്ക്. ഇന്നും ഞാൻ പ്രയർ വാക്കിൽ വിശ്വസിക്കുന്നു. ദാറ്റ് ഹാസ് ഗോട്ട് മീനിങ്. ഞാൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് നിൽക്കാൻ ശത്രുവിനൊക്കത്തില്ല, ബിക്കോസ് ഐ ക്യാരി എ സ്പിരിച്വൽ ടെമ്പറേച്ചർ. ഏലിയാവും പറഞ്ഞതുപോലെ, ഞാനിവിടെ നിൽക്കുന്ന ഇടത്ത് ഈ യാഗപീഠത്തിൻ്റെ അടുക്കൽ വരുവാൻ ബാലിൻ്റെ തീക്ക് കഴിയത്തില്ല, ഫോർ ഐ ആം ഹിയർ. പിശാചിനോട് പറയാൻ, ഞാനിവിടെ ഉണ്ട്, പോടാ. ആളുകൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പോലീസ് ഇൻസ്പെക്ടർ വന്നു കയറിയാൽ കേരളത്തിൻ്റെ സാഹചര്യം അറിയാം, നിൽക്കുന്നവനെല്ലാം വാശിയും കളഞ്ഞേച്ച് ജീവനും കൊണ്ട് ഓടും. ഇന്ന് പകൽക്കാലം വൈരാഗ്യത്തോടെ നിൽക്കുന്ന അനേക ശക്തികളെ ചവിട്ടി താഴ്ത്തുവാൻ, പലതിനെയും പറഞ്ഞു വിടുവാൻ ഇതിനകത്തിരിക്കുന്ന ചിലരെ കർത്താവ് ശക്തീകരിക്കട്ടെ. ചർച്ച് വിൽ ഹാവ് ടു ഗ്രോ. എല്ലാ കണ്ണുകളും ദയവായി ഒന്ന് അടയ്ക്കാം. ഏതെങ്കിലും വിഭാഗത്തിൽ ശുശ്രൂഷകന്മാരായി നിയമിക്കപ്പെട്ടവർ, ഞാനീ പറയുന്ന ആശയങ്ങൾ അതുപോലെ അംഗീകരിക്കുന്നവർ ദയവായി എഴുന്നേറ്റ് നിൽക്കണം. 2, ഏതെങ്കിലും വിഭാഗത്തിൽ ശുശ്രൂഷകന്മാരായി അംഗീകരിക്കപ്പെട്ടവർ, ഉള്ളവർ ദയവായി എന്നോടൊപ്പം എഴുന്നേറ്റ് നിൽക്കണം. നമ്മൾ ഒരുമിച്ചൊരു ചർച്ച് ഗ്രോത്ത് ചോദിക്കാൻ പോകുക. മഹനീയം ചർച്ചിൻ്റെ ഗ്രോത്ത് മാത്രമല്ല, 100% അതുണ്ട്. മഹനീയം ചർച്ചിൻ്റെ ഗ്രോത്ത് മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട ചർച്ച് ഓഫ് ഗോഡിൻ്റെ മാത്രമല്ല, ഈ ഏരിയകളിലുള്ള ദൈവസഭകൾ ഒന്ന് വളരുവാൻ, ദൈവമൊന്ന് ഉപയോഗിക്കുവാൻ, ദൈവദാസന്മാരെ ഉപയോഗിക്കുവാൻ, ജനം മുഴുവൻ ഈ ദൈവദാസന്മാരുടെ മേൽ വിരൽ ചൂണ്ടുമ്പോൾ നമുക്ക് ഈ ദൈവദാസന്മാരെ ആദ്യമേ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. കർത്താവേ, ഈ കർത്തൃദാസന്മാരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ഞാൻ ഇവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഒരു ദിവ്യ അധികാരം ഇവരോടുകൂടെ പോകട്ടെ. ഈ പട്ടണത്തിനകത്ത് ദൈവസഭ വളരുവാൻ തടസ്സമായി നിൽക്കുന്ന ശക്തികളെ ഞങ്ങൾ ഒരുമിച്ച് ചവിട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങുവാൻ ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കർത്താവിന്റെ ദാസൻ എന്ന പദവിയിൽ നിന്ന് ദൈവം അയച്ചിട്ട് വന്നു എന്ന ഉറപ്പിൽ നിന്ന് ഇന്ന് പകൽ ഞാൻ നസ്രായനാകുന്ന യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു, ദുഷ്ടവ്യാപാര ശക്തികളെ കീഴടങ്ങ്. ദേശം സ്വതന്ത്രമാകേണ്ടതിന്, ജനം സ്വതന്ത്രമാകേണ്ടതിന്, ദൈവസഭ വളരേണ്ടതിന് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ.